കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമം ഈ നല്ല സമയത്ത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിൽ രാജ്യങ്ങളുമായിരുന്ന ദൈവത്തിന്റെ വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ എന്റെ സ്നേഹവന്ദനം. അല്പസമയത്ത് ദൈവത്തിന്റെ ചിന്തയ്ക്കായി ഒരു ദൈവത്തിന്റെ ഭാഗം വായിക്കുന്നു. ലൂക്കോസ് എഴുതിയ സുവിശേഷം 8-ാം അധ്യായം അതിന്റെ 16-ാമത്തെ വാക്യം. വിളക്ക് കൊളുത്തിയിട്ട് ആരും അതിനെ പാത്രം കൊണ്ട് മൂടുകയോ കട്ടിൽ കീഴ് വയ്ക്കുകയോ ചെയ്യാതെ അകത്തു വരുന്നവർ വെളിച്ചം കാണേണ്ടതിന് തണ്ടിന്മേലത്രേ വയ്ക്കുന്നത്. പ്രൈസലോ. വളരെ അനുഗ്രഹിക്കപ്പെട്ട നല്ല തിരുവഴുത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ ദൈവദിനത്തിന്റെ 2 ഭാഗം നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചു. ഒന്ന്, വിളക്ക് കൊളുത്തിയിട്ട് പറയും കീഴിൽ വെക്കാതെ തണ്ടിന്മേൽ വെക്കുക എന്നുള്ളത്. രണ്ടാമത് നമ്മൾ ചിന്തിച്ചത് വിളക്ക് കൊളുത്തിയിട്ട് ആരും പാത്രം കൊണ്ട് മൂടരുത്. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന ഭാഗം എന്ന് പറയുന്നത് വിളക്ക് കൊളുത്തിയിട്ട് ആരും കട്ടിൽ കീഴെ വെക്കരുത്, കട്ടിൽ കൊണ്ട് മൂടരുത്. ഈ 3 ചിന്തകളാണ് ഈ ഒരു ഭാഗത്ത് മത്തായി സുവിശേഷത്തിലും മർക്കോസിന്റെ സുവിശേഷത്തിലും ലൂക്കോസിന്റെ സുവിശേഷത്തിലുമായി കർത്താവ് നമുക്ക് വെളിപ്പെടുത്തി തരുന്നത്. പ്രൈസലോ. നാം ഇന്ന് ചിന്തിക്കുന്നത് വിളക്ക് കൊളുത്തിയിട്ട് ആരും അതിനെ കട്ടിൽ കീഴെ വെക്കരുത് എന്നുള്ളതാണ്. ഈ കട്ടിൽ എന്ന് പറയുന്നതിനെ കുറിച്ച് വിശുദ്ധ വേദപുസ്തകം നാം പഠിക്കുമ്പോൾ അതിന്റെ വിവിധ വ്യാഖ്യാന ഗ്രന്ഥങ്ങൾ നമ്മൾ വായിച്ചു വരുമ്പോഴും കട്ടിലിനെ കുറിച്ച് അനവധി കാര്യങ്ങൾ പഠിക്കുവാനുണ്ട്. അത് ചില ഭാഗങ്ങളാണ് ഞാൻ നിങ്ങളോട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. ആ വചനങ്ങൾ നിങ്ങൾക്കും എനിക്കും ഒരുപോലെ പ്രയോജനമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഈശ്വരോ, നമ്മുടെ പ്രഭാതത്തിൽ നമുക്ക് വളരെ പ്രാർത്ഥനയോടെ ഈ ദൈവത്തിലേക്ക് പ്രവേശിക്കാൻ ദൈവമേ അനുഗ്രഹിക്കട്ടെ. ഇപ്പം വിളക്ക് കൊളുത്തിയിട്ട് ആരും അതിനെ പാത്രം കൊണ്ട് മൂടുകയോ കട്ടിൽ കീഴിയോ വെക്കുകയോ ചെയ്യരുത്, കട്ടിൽ കീഴെ വെക്കരുത്. അപ്പൊ കട്ടിൽ കീഴിൽ വെക്കരുത് എന്ന് ഇവിടെ പറയുമ്പോൾ കട്ടിൽ എന്ന് പറയുന്നത് വിശ്രമത്തെ കാണിക്കുക. കട്ടില് മനുഷ്യന്റെ വിശ്രമത്തിൽ സുഖസൗകര്യത്തിൽ അല്ലൊരിയ കാണിക്കുന്ന ഒരു വസ്തുതയാണ് കട്ടില്. നമുക്കറിയാം, കട്ടിൽ കണ്ടാൽ നമുക്ക് ഉറങ്ങണമെന്ന് തോന്നും, കട്ടിൽ കണ്ടാൽ കിടക്കണമെന്ന് തോന്നും, അല്ലേ? ഈ കട്ടിലേക്ക് പിള്ളേർ ചാടിക്കയറുന്ന് നികളിച്ച് ചാടി മറിഞ്ഞ് നമ്മൾ കാണുന്നില്ലേ, അല്ലേ? എന്ന് പറഞ്ഞാൽ കട്ടില് അല്ലേ വളരെ സുഖസൗകര്യത്തെ കാണിക്കുക. അത് മുതിർന്നവർക്കും കുട്ടികൾക്കായാലും അങ്ങനെ തന്നെയാണ്. അപ്പോൾ തന്നെ ഈ കട്ടിൽ എന്ന് പറയുന്നത് വളരെ അലസതയെ കാണിക്കുന്നതുകൊണ്ടാണ്. ഈശ്വരോ, ഇതിനെക്കുറിച്ച് വിശുദ്ധ വേദപുസ്തകത്തിലൊക്കെ നമുക്ക് വ്യക്തമായിട്ട് പഠിക്കാൻ കഴിയും. മത്തായിയുടെ സുവിശേഷം വായിക്കുമ്പോഴും 5:15 വരുമ്പോഴും നമ്മൾ കാണുന്നത് കട്ടിൽ കീഴിൽ വെക്കരുത് എന്ന് പറയുമ്പോൾ അത് അലസതയെ കാണിക്കുന്നു. ലോകസുഖങ്ങളിൽ മുഴുകുന്നവർ അല്ലേരിയ തങ്ങളുടെ വെളിച്ചം പ്രയോജനപ്പെടുത്താൻ കഴിയാതെ അവർ കട്ടിലുകൊണ്ട് നേരം വെളുപ്പിച്ച് കട്ടിലുകൊണ്ട് പകൽ രാത്രിയാക്കും, അല്ലേരിയ. അങ്ങനെയുള്ള ഒരുപാട് ആളുകളെ നിങ്ങൾ കണ്ടിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുക. നിങ്ങൾ ഒരുപക്ഷെ അങ്ങനെ ആയിരിക്കും. കട്ടിൽ കണ്ടു കഴിഞ്ഞാൽ രാത്രി മുഴുവൻ കട്ടിലിൽ കിടക്കുക, അങ്ങനെ രാത്രി മുഴുവൻ കട്ടിൽ കൊണ്ട് നേരം വെളുപ്പിക്കും. അല്ലെങ്കിൽ ചിലര് പകൽ മുഴുവൻ കട്ടിൽ കൊണ്ട് രാത്രിയാകും. അവർക്ക് അത് ആശ്രയമാണ്. അത് അലസതയാണ്, ലോക അലസത. ജഡികമായ ജീവിതശൈലിയിൽ പോകുന്നവർക്ക് മാത്രമേ അങ്ങനെ കട്ടിൽ വിട്ടുകൊടുക്കാതെ അതിൽ നിന്ന് എഴുന്നേക്കുവാൻ തോന്നുകയുള്ളൂ, അല്ലേറിയ. അവർ ജഡിക സുഖങ്ങളിൽ പോകുന്നവർക്ക് അല്ലേറിയ അതിൽ കിടന്നും അവർ ഉറങ്ങും. ജഡിക സുഖങ്ങളിൽ പോകാത്തവർ കട്ടിൽ വിട്ടെഴുന്നേക്കും. പ്രൈസലോ. വീരകൾക്ക് നമ്മുടെ സ്നേഹിതരെ, നിങ്ങളുടെ സമയത്തെ നിങ്ങൾ ഒരിക്കലും നഷ്ടപ്പെടുത്തി കളയാതെ കർത്താവ് നിങ്ങൾക്ക് എന്തു വേണ്ടി നന്മ ചെയ്യാൻ ആഗ്രഹിക്കണം അതിനെക്കുറിച്ച് നിങ്ങൾക്ക് ബോധ്യമുള്ളവരായി ദൈവത്തിൽ നിങ്ങളെ വലിയ പ്രാപിച്ചുകൊണ്ട് കർത്താവിന് വേണ്ടി ഉണർന്ന് പ്രവർത്തിക്കേണ്ട സമയം. നാം ഒരു അലസനായി ഇവിടുത്തെ ജീവിത സുഖങ്ങളിൽ അകപ്പെട്ട് ലോകസുഖ മോഹങ്ങളിലേക്ക് വീണു പോകാതെ നമ്മുടെ സമയത്തെ നഷ്ടപ്പെടുത്തി കളയാതെ നമ്മൾ എന്ത് ചെയ്യണം? ഉണർന്ന് പ്രവർത്തിക്കണം. ഈ കട്ടിലെന്ന് പറയുമ്പോൾ അതിൽ തന്നെ കിടക്കുന്നവരുണ്ട്. നമുക്കിടെ രോഗികൾ, അവർ കട്ടിൽ തന്നെ കിടക്കുന്നേ. അത് അവരുടെ കുഴപ്പം, അവർ രോഗിയായതുകൊണ്ടാണ്, അല്ലേ? അവർക്ക് വിശ്രമത്തിന് ആവശ്യമാണ് കട്ടിൽ എന്ന് പറയും. പക്ഷെ ഒരു രോഗവുമില്ലാതെ ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ മൊബൈലും എടുത്ത് കയ്യിൽ പിടിച്ചുകൊണ്ട്
കട്ടിലിൽ പുതപ്പിനടിയിൽ കിടന്ന് സമയം നഷ്ടപ്പെടുത്തി കളയുന്ന അലസന്മാരായവ സഹോദരന്മാർ, സഹോദരിമാർ, കുട്ടികൾ, മാതാപിതാക്കൾ, അവരോടായി ദൈവാത്മാവ് പറയുന്നത്, വിളക്ക് കൊളുത്തിയിട്ട് നിങ്ങൾ കട്ടിലിന് കീഴെ വെച്ച് മൂടരുതെന്ന്. ഹല്ലേലൂയ. നമ്മൾ മർക്കോസിന്റെ വിഷയത്തിലേക്ക് വരുമ്പോൾ 4-ാം അധ്യായം 21 വാക്യം വായിക്കുമ്പോഴും കാണുന്നത്, പിന്നെ അവൻ അവരോട് പറഞ്ഞത്, വിളക്ക് കത്തിച്ച് പറയും കീഴിലോ കട്ടിൽ കീഴിലോ വെക്കാറുണ്ടോ? ഹല്ലേലൂയ. ഒരു ചോദ്യമാണ്. വിളക്ക് കത്തിച്ച് ആരെങ്കിലും പറയും കീഴിലോ പാത്രം കൊണ്ട് മൂടുകയോ കട്ടിൽ കീഴിലോ വെക്കുവോ? ഹല്ലേലൂയ. വിളക്ക് തണ്ടിന്മേലല്ലേ വെക്കുന്നത്? വിളക്ക് തണ്ടിന്മേൽ മാത്രം വേണം വെച്ചുപയോഗിക്കാൻ. നമുക്ക് തരുന്ന നിർദ്ദേശങ്ങൾ നാം അനുസരിക്കുമ്പോഴാണ് ദൈവസ്നേഹം നമ്മൾ വെളിപ്പെടുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരനേ, ദൈവം നിന്നെ ഈ ഭൂമിയിൽ സൃഷ്ടിച്ചാക്കി വെച്ചിരിക്കുന്നത് ലോകക്കാർക്ക് വേണ്ടിയിട്ടല്ല, ദൈവരാജ്യത്തിന് പ്രയോജനപ്പെടാനാണ്. നിന്റെ സമയവും സന്ദർഭവും, നിനക്ക് തന്നിരിക്കുന്ന ആരോഗ്യം, കഴിവും, വിദ്യാഭ്യാസവും സൗന്ദര്യവും എല്ലാം, നിനക്ക് തന്നിരിക്കുന്ന സകല നന്മകളും ദൈവരാജ്യത്തിന് പ്രയോജനമാകത്തക്ക നിലയിൽ ദൈവനാമം ശക്തിപ്പെടുവാൻ, ദൈവനാമം മഹത്വപ്പെടുന്ന നിലയിൽ അനേകർക്ക് ആശ്വാസവും സഹായവുമായി തീരാൻ വേണ്ടിയിട്ടാണ് നിനക്ക് ദൈവം ഭൂമിയിൽ ഒരു ജീവിതം തന്നത്. ഒന്നുകൂടെ നാം ഇറങ്ങി ചിന്തിച്ചാൽ, പാപത്തിലും ശാപത്തിലും രോഗത്തിലും അലസതയിലും ഈ ലോകസുഖങ്ങളിൽ മുഴുകിക്കിടന്ന നിങ്ങളെ കർത്താവായ യേശുക്രിസ്തു തന്റെ ക്രൂശിലെ രക്തം കൊണ്ട് വീണ്ടെടുത്ത് ദൈവസഭയുടെ ഭാഗമാക്കി നിന്നെ ഈ ഭൂമിയിലാക്കി വെച്ചിരിക്കുന്നത് ആത്മഭാരത്തോടെ കണ്ണുനീരോടെ കരഞ്ഞ് പ്രാർത്ഥിച്ച് അലസതയിലും ലോകസുഖങ്ങളും ജഡിക സുഖങ്ങളും വീണ് കിടക്കുന്ന പ്രാകൃതരായിരിക്കുന്ന ജഡികന്മാരായിരിക്കുന്ന അനവധി ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടാണ്. അവർക്കൊരു മാനസാന്തരം ഉണ്ടാകണം, രക്തം ചെയ്യണം. ഹല്ലേലൂയ. നമ്മൾ ഈ കട്ടില് എന്നൊക്കെ പറയും നമ്മുടെ ജീവിതം അതുകൊണ്ട് തളർത്തി കളയരുത്. അപ്പൊ കട്ടിൽ എന്ന് പറയുമ്പോൾ ഗാഠനിദ്രയെ കുറിക്കുകയാണ്. ഒരുപാട് ചിന്തകൾ. കട്ടിൽ എന്ന് പറയുന്നത് ഗാഠനിദ്രയാണ്. ചിലർ കാണത്തില്ല, കട്ടിലോട്ട് കിടന്ന് കഴിഞ്ഞാൽ ഉറങ്ങിപ്പോകും. പിന്നെ എന്ത് ചെയ്താലും അവരെ വിളിച്ചാൽ എഴുന്നേക്കത്തില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് നമ്മൾ വിളിച്ചാൽ കേട്ടാൽ പോലും അല്ലെങ്കിൽ അവർ കണ്ണു തുറക്കത്തില്ല. കട്ടിൽ കിടന്നാൽ ഗാഠനിദ്ര പോലെ കിടന്നാൽ ഉറങ്ങുകയാണ്. ശരിയായി ഉറങ്ങുന്നവരുമുണ്ട്, അഭിനയിക്കുന്നവരുമുണ്ട്. അല്ലെ, പണ്ടൊക്കെ പഴമൊക്കെ ഉറങ്ങുന്നവനെ ഉണർത്താം. അവനെ തട്ടി വിളിച്ചാൽ, മുട്ടി വിളിച്ചാൽ അവരെ കണ്ണു തുറക്കും. ഉറക്കം നടിക്കുന്നവനെയോ ഉണർത്താൻ പറ്റത്തില്ല. അവൻ ആ ഉറക്കം നടിച്ച ഭാവത്തിൽ തന്നെ കിടക്കും. അപ്പോൾ അവൻ കട്ടിൽ നിന്ന് ഗാഠനിദ്രയെ കുറിക്കുന്നു. ചിലർ രക്ഷിക്കപ്പെട്ടു എന്ന് പറഞ്ഞാലും അല്ലേരിയ, ചിലരൊക്കെ രക്ഷിക്കപ്പെട്ടതാണ്, ദൈവസഭയുടെ ഭാഗമാണ്, ദൈവമക്കളാണ്, വിശുദ്ധന്മാരാണെന്നൊക്കെ പറഞ്ഞാൽ പോലും അല്ലേരിയ രാവിലെ തോറും കർത്താവിനെ അന്വേഷിക്കേണ്ടതിന് പകരം അല്ലേരിയ കൈ രണ്ടും കെട്ടി കാലിൻ തുടയിൽ കീഴിൽ വെച്ചിട്ട് അല്ലേരിയ കൈ രണ്ടും കെട്ടി അല്ലെ കൈ മടക്കി പുതപ്പിന് കീഴെ കയറ്റി വെച്ചിട്ട് തണുപ്പ് കൊള്ളാതെ കൊതുകടി കൊള്ളാതെ ഉറങ്ങി തീർക്കുന്നവരുണ്ട്. അല്ലേ, രക്ഷിക്കപ്പെട്ടവരാണ്, അവർ ദൈവസഭയുടെ ഭാഗമാണ്, വിശുദ്ധിയിൽ നിൽക്കുന്നവരാണ്, പുറമേ അവർ വളരെ വാചാലതയോട് സംസാരിക്കുന്നവരൊക്കെയാണ്. പക്ഷേ രാവിലെ എഴുന്നേറ്റ് ദൈവത്തിന് കൊടുക്കട്ടെ മഹത്വം കൊടുക്കാതെ, അല്ലേരിയ രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കാതെ, ദൈവമുഖം അന്വേഷിക്കാതെ, ദൈവത്തോട് ആലോചന ചോദിക്കാതെ, ദൈവിക വെളിപ്പാടുകളും ദർശനങ്ങളും പ്രാപിക്കുവാൻ കഴിയാതെ, ദൈവമായുള്ള കൂട്ടായ്മയ്ക്കകത്ത് നിൽക്കാതെ പലരും കട്ടിലിൽ വീണ്ടും കിടന്ന് മയങ്ങി സമയത്ത് ചെലവഴിക്കുന്നവരുണ്ട്. അല്ലേരിയ അവർ കൂടെ ഉറക്കവാ. അല്ലേരിയ സ്തോത്രം. അപ്പം കൂടെ ഉറക്കം എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ ഉറങ്ങുവാനായിട്ട് അവർ തയ്യാറെടുത്ത് ഉറങ്ങുവാൻ പോവുകയാണ്. അല്ലേരിയ അധിക സമയം ഉറക്കത്തിന് വേണ്ടി ചെലവഴിക്കുന്നവർ അല്ലേരിയ മടിയന്മാരാണ്. അധിക സമയം ഉറക്കത്തിന് വേണ്ടി സമയം ചെലവഴിക്കുന്നവർ മടിയന്മാരാണ്. അല്ലേ, അങ്ങനെ നിങ്ങൾ അധിക സമയം നിങ്ങൾ ഉറങ്ങുമ്പോൾ നിങ്ങളുടെ മേലുള്ള അവരുടെ കെട്ടുപോകും, നിങ്ങളുടെ മേലുള്ള വെളിച്ചം കെട്ടുപോകും. അല്ലേരിയ ഒരു ദൈവഭക്തനെ സംബന്ധിച്ചിടത്തോളം, ഒരു ദൈവദാസനെ സംബന്ധിച്ച്, ഒരു ദൈവദാസിയെ സംബന്ധിച്ച്, ഒരു ക്രൈസ്തവനെ സംബന്ധിച്ചിടത്തോളം അല്ലേലൂയ പ്രഭാതത്തിൽ എഴുന്നേറ്റ് നമ്മുടെ വീണ്ടെടുപ്പുകാരനായിരിക്കുന്ന കർത്താവിന്റെ സന്നിധിയിൽ നിന്ന് നാം ദൈവാലോചന കേൾക്കുവാൻ കഴിയണം, ദൈവശബ്ദം കേൾക്കണം. അങ്ങനെ പ്രഭാതത്തിൽ എഴുന്നേറ്റ് നാം ദൈവാലോചന കേട്ട് കഴിഞ്ഞാൽ അല്ലേലൂയ അന്നത്തെ ദിവസം മുഴുവൻ നമുക്ക് അനുഗ്രഹമായിരിക്കും. അപ്പം കട്ടിലെന്താണ്? അലസതയെ കാണിക്കുന്നു,
ലോകസുഖങ്ങളെ കാണിക്കുന്നു, സുഖനിദ്രയെ കാണിക്കുന്നു, ഗാഠനിദ്രയെ കാണിക്കുന്നു. അങ്ങനെയൊക്കെ പല കാര്യങ്ങളാ കട്ടിൽ. എന്നെ കേൾക്കുന്ന സ്നേഹിത, നിങ്ങളുടെ ജീവിതത്തിൽ പ്രാർത്ഥനയുണ്ടോ? എന്നെ കേൾക്കുന്ന മാതാവി പിതാവി, നിന്റെ ഭവനത്തിൽ വെളുപ്പാങ്കാലത്ത് രാവിലെ എഴുന്നേറ്റ് നീയും നിന്റെ ഭർത്താവും നിന്റെ ഭാര്യയും നിന്റെ മക്കളുമായിട്ട് മാതാപിതാക്കളുമായിട്ട് എഴുന്നേറ്റ് നീ പ്രാർത്ഥിക്കുന്ന പതിവുണ്ടോ നിന്റെ ഭവനത്തിൽ? ലേലിയ ഇല്ലെങ്കിൽ നിങ്ങൾ ആരംഭിക്കണം. നിന്റെ കുടുംബത്തിനകത്തെ കണ്ണുനീരും ദുഃഖവും സങ്കടവും മാറണമെങ്കിൽ, നിന്റെ കുടുംബത്തിന്റെ ശാപം മാറണമെങ്കിൽ, നീ നിന്റെ തലമുറ അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ, നിന്റെ കുടുംബം സന്തോഷകരമായി പോകണമെങ്കിൽ, അല്ലേലിയ നിങ്ങൾ ശരിയായ നിലയിൽ നിങ്ങൾ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടണം. പ്രൈസ്. അതുകൊണ്ട് ഈ കുടുംബത്തിനകത്ത് പലപ്പോഴും കണ്ണുനീര് മാറാത്തത് എന്തുകൊണ്ടാണ്? പ്രാർത്ഥന ഇല്ലാത്തത് കൊണ്ടാണ്. പ്രാർത്ഥനയില്ലാത്ത ഭവനം പിശാച് പ്രയോജനപ്പെടുത്തും. അല്ലേലിയ പ്രാർത്ഥനയില്ലാത്ത ഭവനം പിശാച് പ്രയോജനപ്പെടുത്തും. പ്രാർത്ഥനയില്ലാത്ത വ്യക്തികളെ പിശാച് കടന്നാക്രമിക്കും. ലേലിയ രക്തം ചെയ്യും. അതുകൊണ്ടാണ് നിങ്ങളോട് പ്രാർത്ഥിക്കണമെന്ന് പറയുന്നത്. അപ്പം വിളക്ക് കൊളുത്തിയിട്ട് ആരും അതിനെ കട്ടിൽ കീഴെ വെക്കാറുണ്ടോ? കട്ടിൽ കീഴെ വെച്ച് നിങ്ങളുടെ സമയത്തെ നഷ്ടപ്പെടുത്തി കളയരുത്. അപ്പൊ കട്ടിൽ എന്നത് ലൗകിക ജീവിതത്തെ കാണിക്കുന്നു. അടുത്ത ഭാഗം എന്താണ്? കട്ടിൽ എന്നത് ലൗകിക ജീവിതത്തെ കാണിക്കുന്നു. അല്ലേലിയ അതുകൊണ്ടാണ് നമ്മൾ ഈ തിമോഥെയോസിന്റെ ലേഖനം 1-ാം അധ്യായം, തിമോഥെയോസിന്റെ ലേഖനം 5-ാം അധ്യായം, 1 തിമോഥെയോസിന്റെ ലേഖനം 5-ാം അധ്യായം 6-ാം വാക്യത്തിൽ പറയുന്നത്, കാമുകിയായവളോ ജീവിച്ചിരിക്കയിൽ തന്നെ ചത്തവളെന്നാണ്. ലേലിയ അതിന് വേറെ ചരിത്ര പശ്ചാത്തലമൊക്കെ സംസാരിക്കാനുണ്ടെങ്കിൽ ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല. എങ്കിലും നാം ദൈവത്തോട് ചേർന്നിരിക്കുമ്പോൾ, ദൈവത്തോട് പറ്റിയിരിക്കുമ്പോൾ, എന്റെ ആത്മീയമായി ചിന്തിക്കുമ്പോൾ, നാം കർത്താവിന്റെ മണവാട്ടിയായി നമ്മെ ഏൽപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാൽ, അല്ലേലിയ പിന്നെ നമ്മൾ ഈ ലോക സുഖ സൗകര്യങ്ങളിലേക്ക് പോയാൽ, അല്ലേലിയ നമ്മുടെ സ്ഥിതി ചത്തത് തന്നെ. കാമുകയായി ഇരിക്കുമ്പോൾ, ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ചത്തവൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മുടെ യൗവനക്കാരികളുടെ ഒക്കെ പ്രേമം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. അവർ രക്ഷിക്കപ്പെട്ടവരാണ്, സ്നാനപ്പെട്ടവരാണ്, ദൈവസഭയിൽ നിൽക്കുന്നവരാണ്. പക്ഷേ കുട്ടികളിൽ അമിതമായ പ്രേമങ്ങൾ വളരുന്നത്, കുട്ടികളെ മാത്രമല്ല മുതിർന്നവരും അത് തന്നെയാണ്. എന്നിട്ട് അവർ ദൈവസഭയ്ക്കകത്തിരുന്ന് ആരാധിക്കുന്നവരുണ്ട്. അവരാർക്കെങ്കിലും കാമുകന്മാരായിട്ട് അങ്ങനെ സഭയിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ബൈബിൾ പഠിപ്പിക്കും. കാമുകിയായവളോ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ചത്തവളാണ്. കണ്ടാൽ നിന്നെ നോക്കിയാൽ നീ സഭയുടെ ഭാഗമാണ്, സഭയുടെ മെമ്പറാണ്, വിശ്വാസിയാണ്, ഭക്തിയുടെ വേഷങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ നിന്റെ ജീവിത സ്വഭാവ ദൂഷ്യ വശങ്ങൾ കൊണ്ട് നിന്നെ ചത്തവളെന്നാണ് വിളിക്കുന്നത്. അല്ലെ ചത്തവൻ. അന്നത്തെ ദൈവത്തിന്റെ സഭ എന്ന് മണവാട്ടിയാണ്. മണവാട്ടി സഭ ഒരിക്കലും ചത്തവളെ പോലെയായി മാറരുത്. മണവാട്ടി സഭ ഒരിക്കലും ചത്തവൾക്ക് തുല്യമായി മാറരുത്. പ്രൈസ്. നമ്മെ വീണ്ടെടുത്ത കർത്താവിന്റെ സ്നേഹം നമ്മൾ തിരിച്ചറിയണം. നമ്മുടെ ആത്മമണവാളനെ കുറിച്ച് ബോധ്യമുണ്ടായിരിക്കണം. നമ്മുടെ ആത്മമണവാളൻ മധ്യാകാശത്തിൽ വരാൻ പോകുന്നുള്ള തിരിച്ചറിവോടുകൂടി നമ്മുടെ ജീവിതത്തെ തകർത്ത് കളയാതെ നമ്മൾ മുന്നോട്ട് പോകണം. അതുകൊണ്ടാണ് ശലോമോൻ ജ്ഞാനി പറയുന്നത്, അല്ലേലൂയ സ്തോത്രം, അല്ലേലൂയ. ശലോമോൻ പറയാണ്, അല്ലേലൂയ, ജീവിതം എന്ന് പറയുന്നത് കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടണം. ദരിദ്രനാകാതെ ഇരിക്കേണ്ടതിന് നിദ്രപ്രിയനാകരുതെന്ന് സഭാപ്രസംഗി അല്ലേലൂയ സ്തോത്രം 26:13 വായിക്കുന്നുണ്ട്. അല്ലേലൂയ. മകൻ ദരിദ്രനായിരിക്കാതിരിക്കേണ്ടതിന് അല്ലേലൂയ നിദ്രപ്രിയനാകരുത്. അപ്പോൾ സമയം കഴിഞ്ഞിട്ട് നീ കിടന്നുറങ്ങുകയാണെങ്കിൽ അല്ലേലൂയ നീ ദരിദ്രനായി പോകും. ദരിദ്രനാകാതിരിക്കണമെങ്കിൽ നീ പ്രഭാതത്തിൽ കട്ടിൽ വിട്ട് എഴുന്നേറ്റ് നിന്റെ ജോലിക്ക് പോകണം. അല്ലേലൂയ. അങ്ങനെ കട്ടിൽ വിട്ട് എഴുന്നേറ്റ് ജോലിക്ക് പോകാതിരുന്നാൽ, നിങ്ങൾ നിദ്രപ്രിയനായി മാറിയാൽ നിന്റെ ഭവനം ദാരിദ്ര്യം കൊണ്ട് മുടിയും. അല്ലേലൂയ. ചില ഭവനങ്ങളിലൊക്കെ ഞാൻ ചെല്ലുമ്പോൾ, ചില ആളുകളുമായിട്ട് വ്യക്തികളുമായിട്ട് സംസാരിക്കുമ്പോൾ ആ വീട്ടിൽ ഉയരുന്നൊരു പരാതിയാ, ഈ മനുഷ്യൻ ഒരു ജോലിക്കും പോകത്തില്ല, ഒരു ജോലിക്കും പോകത്തില്ലെന്ന് പറയുന്ന അനവധി ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. ശരിയ. ഞാനൊരിക്കലും ഭവനത്തിൽ ചെന്നപ്പോൾ ആ ഭവനത്തിൽ എന്നും പ്രശ്നമാണ്, ദൈവഭക്തരൊക്കെയാണ്. പക്ഷെ അവിടെയുള്ള അല്ലേലൂയ മക്കളും അദ്ദേഹത്തിന്റെ ഭാര്യയും കൂടെ പറയുന്നത്, പപ്പ ഒരിക്കലും ജോലിക്ക് പോകത്തില്ല, പപ്പയ്ക്ക് ജോലിക്ക് പോകുന്ന ഇഷ്ടമില്ല.
അപ്പൊ ഞാൻ ചോദിക്കുന്നത് നിങ്ങളെങ്ങനെ ജീവിക്കും? അമ്മ ജോലിക്ക് പോകുന്നുണ്ടല്ലോ, അമ്മ കടയിൽ പോകുന്നുണ്ടല്ലോ. അപ്പം പലരും ഈ ഭാര്യമാരെ പണം ഉണ്ടാക്കുന്ന ഉപകരണമായിട്ട് കണ്ടിട്ട് ഭർത്താക്കന്മാർ വീട്ടിലിരിക്കുന്ന ആളുകളുണ്ട്. ഒരു പണിക്കും ചെയ്യത്തില്ല. അവരിങ്ങനെ കട്ടിലിരുന്ന മേശയോട് ചേർന്ന് പറ്റിയിരുന്ന കസേരയോട് ചേർന്ന് പറ്റിയിരുന്ന മൊബൈലിൽ തോണ്ടിയിരിക്കും. അല്ലെ, എന്നിട്ട് ഭാര്യ പണിയെടുക്കുന്ന ഭാര്യ നേരം വെളുത്ത് കടയിൽ പോയി ഒന്ന് ഇരിക്കാൻ പോലും സമയമില്ലാതെ നിന്ന് ആമെ കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് വീട്ടിലേക്ക് വരുമ്പോൾ പിന്നെ ഭാര്യ ജോലി ചെയ്ത പൈസയുടെ കണക്ക് പറയുന്നവരുമുണ്ട്. അത് ഞാൻ ഒരു ഭവനത്തിൽ ചെന്നപ്പം ഒരു സഹോദരൻ എന്നോട് പറയുക, അവൾ പണി ചെയ്യുന്ന പൈസ എങ്ങോട്ടാ പോകുന്നറിയത്തില്ല. എപ്പം ചോദിച്ചാൽ അവളുടെ കൈ പൈസയില്ല. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? അവരൊരു ദിവസം കടയിൽ നിന്ന് ജോലി ചെയ്ത് അവർക്ക് കിട്ടുന്ന ശമ്പളം എന്താണെന്ന് നമുക്കറിയാം. അതുകൊണ്ട് നിങ്ങളുടെ മക്കളെ വളർത്തണം. നിങ്ങളുടെ മക്കളെ നിങ്ങളുടെ മൊബൈൽ റീചാർജ് ചെയ്ത് തരണം. നിങ്ങൾക്ക് കടയിൽ നിന്ന് ചായ കുടിക്കാനും തിന്നുവാനും ഒക്കെ അവർ മേടിച്ചുകൊണ്ട് തരണം. വീട്ടിലെ കാര്യങ്ങളെല്ലാം നോക്കണം. കുട്ടികൾക്ക് വേണ്ടുന്ന വസ്ത്രങ്ങൾ, നിങ്ങൾക്ക് വേണ്ടുന്ന വസ്ത്രങ്ങളെല്ലാം മേടിച്ചു തരണം. പിന്നെ നിങ്ങൾ എന്തിനാണ് ആ സഹോദരിയോട് കണക്ക് ചോദിക്കുന്നത്? ഞാൻ ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന് എന്നോട് ദേഷ്യം വന്നു. എനിക്ക് ദേഷ്യം വന്നാലും കുഴപ്പമില്ല, ഞാൻ ഒരുപാട് കാണുന്നതാണ്. എന്നെ കേൾക്കുന്നവർ സ്നേഹിത, ഭവനത്തിനകത്ത് സഹോദരിമാർ പണം ഉണ്ടാക്കുന്ന ഒരു ഉപകരണമല്ല. സഹോദരിമാരെ ജോലിക്ക് പറഞ്ഞു വിട്ടിട്ട് വീട്ടിനകത്ത് അലസനായിട്ട് കട്ടിലിൽ കിടന്നുറങ്ങുന്നവൻ നിദ്രാപ്രിയൻ. അല്ലേരിയ, നിന്റെ കുടുംബം ഇന്നും കണ്ണുനീരായിരിക്കും. നിനക്ക് ആരോഗ്യമുള്ളപ്പോൾ നീ പണിയെടുത്ത് നിന്റെ കുടുംബത്തെ പോറ്റണം. അല്ലേരിയ, ഒരുപാട് വീടുകളുണ്ട് പ്രിയരെ അങ്ങനെ കഷ്ടത അനുഭവിക്കുന്നത്, സങ്കടം അനുഭവിക്കുന്നത്. അല്ലേരിയ, ഒരിക്കലും ഒരു വിശ്വാസി എന്നെ വിളിച്ചിട്ട് പറയാ, ഞാൻ രാവിലെ പണിക്ക് പോകുമ്പോൾ തന്നെ ഭർത്താവ് അന്നത്തെ ദിവസത്തെ കൂലി മുഴുവൻ കണക്ക് കൂട്ടി വെച്ചിരിക്കുക. വൈകിട്ട് എന്ത് ചെയ്യണം, എങ്ങനെയൊക്കെ ചെലവഴിക്കണം, പൈസ കൊണ്ടുവന്ന് കഴിഞ്ഞ ഉടനെ അതും വാങ്ങിക്കൊണ്ട് ഒറ്റ പോക്ക. എങ്ങോട്ടാ? വീട്ടിൽ സാധനം മേടിക്കാൻ വേണ്ടിയില്ല, കല്ല് ഷാപ്പിലേക്കാണ് പോകുന്നത്. അങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് അലസന്മാരുണ്ട് കേട്ടോ. ഒരു ചെറിയ ഉപദേശം ആണോ ഞാൻ ഈ പറയുന്നത്? നിങ്ങൾ ചിന്തിച്ചിട്ട് അല്ലേരിയ, എവിടെങ്കിലും നിങ്ങൾക്ക് വീഴ്ച പറ്റിയിട്ടെങ്കിൽ മാനസാന്തരപ്പെടാണെങ്കിൽ നിങ്ങൾ മാനസാന്തരപ്പെട്ട് മടങ്ങി വന്ന് നിങ്ങൾ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടണം. നിങ്ങളെല്ലാം കർത്താവിന്റെ വെളിച്ചമാണ്, പ്രകാശമാണ്. നിങ്ങൾ അരികൾക്ക് പ്രകാശം കൊടുക്കുന്നവരായിരിക്കണം. അപ്പൊ എന്താണ് ശരവമുഞ്ഞാൻ പറയുന്നത്? അല്ലേരിയ, ദരിദ്രനാകാതിരിക്കേണ്ടതിന് നിദ്രപ്രിയനാകരുത്. അപ്പൊ വീണ്ടും കട്ടിൽ എന്ന് പറയുന്നത് അല്ലേരിയ നിദ്രയെ കുറിക്കുന്നതാ. കട്ടിൽ എന്ന് പറയുന്നത് നിദ്രയെ കുറിക്കുന്നതാണ്. നമ്മൾ മുമ്പ് പറഞ്ഞ കട്ടിൽ ഗാഠനിദ്ര എന്ന് പറഞ്ഞു. ഇവിടെ കട്ടിൽ എന്ന് പറഞ്ഞ നിദ്രയെ കുറിക്കുന്ന മറ്റൊരു ഭാഗത്ത് ഞാൻ വായിച്ചു. എന്നാൽ കതക് ചുഴക്കുറ്റിയിൽ എന്ന പോലെ മടിയൻ തന്റെ കിടക്കയിൽ തിരിയുക. സദൃശവാക്യം 26:14 കാണിക്കുന്നുണ്ട്. അപ്പൊ ഈ കതക് എന്ന് പറഞ്ഞ ചുഴക്കുറ്റിയിലിടും അല്ലേരിയ, അങ്ങോട്ടാണ് ഉറപ്പിക്കുക. അത് അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് തിരിയുന്നത് പോലെ. കഥ അങ്ങനെയല്ല, അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് തിരിഞ്ഞുകൊണ്ടിരിക്കും അല്ലേരിയ. എന്ന് പറഞ്ഞ പോലെ ചിലരൊക്കെ ഈ കട്ടിലിൽ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞും മറിഞ്ഞും കിടന്ന് അവസാനം അല്ലേലിയ അവർ ജീവിതത്തിൽ പരാജയപ്പെട്ടു. അല്ലേലിയ. അതുകൊണ്ടാണ് ശലോമോൻ പറഞ്ഞത്, കട്ടിൽ ചുഴക്കുറ്റിയിൽ ആമേൻ എന്ന പോലെ മടിയൻ തന്റെ കിടക്കയിൽ കിടന്ന് തിരിയുന്നു. സ്തോത്രം. ചിലരൊക്കെ രാവിലെ എഴുന്നേറ്റ് 8 മണി 8:30 9 മണി കഴിയുമ്പോൾ ചാടി എഴുന്നേറ്റ്, എന്താണ് നീ രാവിലെ വിളിക്കാൻ, എനിക്ക് ജോലിക്ക് പോകേണ്ടതില്ലായിരുന്നോ? രാവിലെ വിളിക്കാണ്ട് ജോലിക്ക് പോകാൻ പറ്റിയില്ലല്ലോ എന്ന് പറഞ്ഞ് ഭാര്യ നേരെ തട്ടിക്കയറി കസർത്തിട്ട് അന്നത്തെ ദിവസം ഞാൻ ഇന്ന് ജോലിക്ക് പോകുന്നില്ലെന്ന് പറഞ്ഞ് ഭാര്യയോട് വെല്ലുവിളിച്ചിരിക്കുന്നവരുണ്ട്. എന്താ രാവിലെ തൊട്ട് കട്ടൻ കാപ്പി തിളപ്പിച്ചു ആമെ തലച്ചൂട്ട് എന്ന് വിളിച്ച് എഴുന്നേക്കാതെ വീണ്ടും ആമെ സ്വതം കതക് ചുഴക്കെട്ടിയിൽ കിടന്ന് തിരിയുന്നത് പോലെ ഈ മടിയൻ കട്ടിൽ കിടന്ന് തിരിഞ്ഞു മറിഞ്ഞ് 9 മണിക്ക് എഴുന്നേറ്റിട്ട് പറയുക, വിളിക്കാത്തതിന്റെ കുഴപ്പം കണ്ടാണ്. എന്റെ കേൾക്കുന്ന പരിശ്രോതാവിൻ മാനസാന്തരപ്പെടണം കേട്ടോ. തലേ ദിവസം മുഴുവൻ കിട്ടിയ പൈസ ആ പണം കൊണ്ടുവന്ന് കള്ളുഷാപ്പിൽ കയറി ഇഷ്ടംപോലെ കള്ള് കുടിച്ച് സുബോധം നഷ്ടപ്പെട്ടു. ബാറിൽ വന്നിട്ട് ഉള്ള വിഷം, ബീവറേജ് വന്നിട്ടുള്ള ഈ വിഷം എല്ലാം കൂടെ കുടിച്ചിട്ട് പിന്നെ സുബോധം നഷ്ടപ്പെട്ടു. ലേലിയ, നമുക്കറിയാം, കള്ളു കുടിച്ചും കഞ്ചാവ് വലിച്ചും മയക്കുമരുന്ന് ഉപയോഗിച്ചും ഈ കള്ള് ഷാപ്പിലും ബാറിലും ഒക്കെ കയറി ഇറങ്ങി പിന്നെ അവർ വന്നുമ്പോൾ അവരെ വിശ്വസിച്ച് കെട്ട മണമാണ്. അങ്ങനെ ഒരു വണ്ടിയെ കയറി ഇരുന്നാൽ പോലും, ബസ്സിന്റെ സീറ്റിൽ ഇരുന്നാൽ പോലും അവർ ഒരുവിധം കെട്ട മണമാണ്. ഈ മദ്യപാനികളെ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവരെ അല്ലെങ്കിൽ അതുപോലെ പുകവലിക്കാരെയൊക്കെ ഒരുവിധം കിടുമ്പിച്ച മണമാണ്. അടുത്തിരിക്കുന്നവർക്ക് പോലും അവരെ ഉൾക്കൊള്ളാൻ പറ്റത്തില്ല.
അത്ര ദുർഗന്ധമാണ് അവരിൽ നിന്ന് വരുന്നത്. അവരുടെ വിയർപ്പിൻ അവരുടെ അമിരലിയ അവരുടെ ഓരോ വിയർപ്പ് തുള്ളിയും കെട്ട മണമാണ്. ലേലിയ അങ്ങനെ കട്ടിലിൽ കിടന്ന് തിരിഞ്ഞും മറിഞ്ഞും കിടന്ന് തിരിയുന്നവരുണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയ ശ്രോതാവേ, നിനക്ക് അങ്ങനെ നീ സുബോധം നഷ്ടപ്പെട്ട് കട്ടിലിൽ കിടന്ന് തിരിഞ്ഞും മറിഞ്ഞ് കിടന്ന് നിനക്ക് രാവിലെ എഴുന്നേക്കാൻ പറ്റത്തില്ല. നിനക്ക് ക്ഷീണമാണ്. ചിലർ പറയും, എനിക്ക് രാവിലെ എഴുന്നേൽക്കുമ്പോൾ അല്പം കുടിച്ചില്ലെങ്കിൽ എനിക്ക് നടക്കാൻ പറ്റത്തില്ല, സംസാരിക്കാൻ പറ്റത്തില്ല, എൻ്റെ കൈ വിറയ്ക്കും, ചുണ്ടു വിറയ്ക്കും എന്നൊക്കെ പറയും. അതൊരു അഹങ്കാര മനോഭാവമാണ്. രാവിലെ എഴുന്നേൽക്കുമ്പോൾ കള്ള് ഷാപ്പിന്റെ പടിക്ക് പോയി കള്ള് കുടിക്കണം, അല്ലെങ്കിൽ ബീവറേജ് അല്ലെങ്കിൽ ബാറിൽ പോയി എന്തെങ്കിലും കുടിച്ചെങ്കിൽ മാത്രമേ എനിക്ക് നേരെ നിൽക്കാൻ കഴിയുള്ളൂ എന്നൊക്കെ പറഞ്ഞ് അഭിമാനിക്കുന്ന ചില മൂടന്മാർ, ലേരിയ ചില നിദ്രപ്രിയന്മാർ, മടിയന്മാർ, അലസന്മാർ, ലൗകിക സുഖക്കാർ, ഗാഠനിദ്രക്കാർ, നിദ്രപ്രിയന്മാർ, അതൊക്കെ അഹങ്കാരം പറയും സ്നേഹിത. ഞാനത് പറയാൻ കാരണം ഞാൻ മുമ്പ് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, നീണ്ട 25 വർഷം അല്ലേരിയ മദ്യപാനത്തിൽ അടിമയായിരുന്നു ഞാൻ. അല്ലേരിയ എന്റെ ചെറുപ്രായം തൊട്ടേ, എന്റെ കുഞ്ഞു പ്രായം തൊട്ടേ എനിക്ക് തോന്നാൻ പിച്ച വെച്ച് നടക്കുന്ന സമയം തൊട്ട് തന്നെ എന്റെ ഭവനത്തിനകത്ത് എന്റെ മാതാപിതാക്കളൊക്കെ കള്ളു കുടിക്കുകയും അതൊക്കെ ഞങ്ങൾക്ക് തന്ന് ഞങ്ങളെ തൊട്ട് നോക്കി ഞങ്ങളെ കുടിപ്പിച്ച് ഞങ്ങളുടെ ചാട്ടവും ഞങ്ങളുടെ കുസൃത്തരെ കണ്ട് അവർ സന്തോഷിച്ച് ഞങ്ങളെ വളർത്തിയെടുത്തു. ഞാനൊക്കെ ഇത് കണ്ട ഏകദേശം ഒരു 10 വയസ്സായപ്പോൾ മദ്യപാനിയായി മാറി. 10 വയസ്സിലൊക്കെ ഞാൻ മദ്യപാനിയായി മാറി. അല്ലേ? അപ്പൊ നിങ്ങൾ എവിടുന്ന പൈസ? അതൊക്കെ ഞാൻ കണ്ടെത്തുമായിരുന്നു. അല്ലേ? അങ്ങനെ പൈസ കണ്ടെത്തി ഏകദേശം 36 വയസ്സ് വരെ മദ്യപാനത്തിന് അടിമപ്പെട്ടു പോയ, മദ്യത്തിൽ ലയിച്ചു പോയ, മദ്യത്തിൽ അരിഞ്ഞു പോയ ഞാൻ മടിയനായി, അലസനായി, നിദ്രപ്രിയനായി, ഗാഠനിദ്രയിൽ അകപ്പെട്ട ലൗകിക സുഖങ്ങളിൽ സന്തോഷിച്ച് ലോകത്തിന്റെ ജടിക മോഹങ്ങൾക്ക് അനുസൃതമായി ജീവിച്ചിട്ട് ഞാനും പറഞ്ഞിട്ടുണ്ട്, രാവിലെ എഴുന്നേറ്റ് ഒരു ഗ്ലാസ് കള്ളം കുടിച്ചെങ്കിൽ മാത്രമേ, അല്പം മദ്യപിച്ചെങ്കിൽ മാത്രമേ നേരെ നീക്കാൻ കഴിയുള്ളൂ എന്ന് പറഞ്ഞ ചില മണ്ടത്തരത്തിന്റെ കാലഘട്ടം എനിക്കുണ്ട്. ഞാൻ കർത്താവിനെ അറിഞ്ഞപ്പോഴാണ് ഞാൻ പറഞ്ഞതൊക്കെ വെറും മോശകരമായ വാക്കാന്ന് മനസ്സിലായി. എന്നെ കേൾക്കുന്ന പ്രശ്നയാണ്, നിന്റെ സമയത്തെ നീ നഷ്ടപ്പെടുത്തി കളയരുത്. കഥവ് ചുഴക്കുറ്റിയിൽ എന്ന പോലെ മടിയൻ തന്റെ കിടക്കിയിൽ തിരിയുന്ന സ്ഥലവും പറയാം. അപ്രകാരം ഉറങ്ങിപ്പോയ സീസര, അങ്ങനെയൊക്കെ ഉറങ്ങിപ്പോയൊരു സീസരയുണ്ട്. സീസര അവസാനം എന്ത് ചെയ്തു? അല്ലെ, യായേല് ഒരു കുറ്റി പറിച്ചു കൊണ്ടുവന്ന് അവന്റെ ചെന്നിക്ക് അടിച്ചിറക്കിയത് നമ്മള് ന്യായാധിപന്മാരുടെ പുസ്തകം 4:21 നമ്മൾ വായിക്കുന്നുണ്ട്. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, അല്ലെ യസോത്ര, ന്യായാധിപന്മാരുടെ പുസ്തകം 4:21 ഇങ്ങനെ എഴുതിയിരിക്കുന്നു, എന്നാൽ ഹേബേരിന്റെ ഭാര്യ യായേൽ കൂടാരത്തിന്റെ ഒരു കുറ്റി എടുത്ത് കയ്യിൽ ചുറ്റികയും പിടിച്ച് പതുക്കെ അവന്റെ അടുക്കൽ ചെന്ന് കുറ്റി അവന്റെ ചെന്നിയിൽ തറച്ചു. അത് നിലത്ത് ചെന്ന് ഉറച്ചു. അവന് ഗാഠനിദ്ര ആയിരുന്നു. ഇവിടെ എന്താണ് സീസരയുടെ ചെന്നിക്ക് അടിച്ച കുറ്റി നിലത്ത് ചെന്ന് തറച്ചു. അവനറിഞ്ഞ ഗാഠനിദ്രയായിരുന്നു. അതിനെക്കുറിച്ച് നിങ്ങൾ ന്യായാധിപന്മാരുടെ പുസ്തകം 4-ാം അധ്യായം നിങ്ങൾ വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലായി. 4-7 തൊട്ട് 17 തൊട്ട് 24 വാക്യങ്ങളൊക്കെ വായിച്ചാൽ സീസരയുടെ അന്ത്യത്തെ കുറിച്ച് കാണാൻ കഴിയും. ഞാൻ ആ ഭാഗത്തേക്ക് കടന്നു വന്ന് നിങ്ങളെ ഓർപ്പിച്ചു എന്ന് ഭാഗം മാത്രം. എന്നെ കേൾക്കുന്ന പ്രശ്നം, ഗാഠനിദ്രയിൽ ആയിക്കഴിഞ്ഞാൽ നിന്റെ ജീവൻ വരെ അപകടമാണെന്ന്. ഗാഠനിദ്രയിൽ ആയിക്കഴിഞ്ഞാൽ നിന്റെ ജീവൻ വരെ അപകടമാണ്. ഗാഠനിദ്രയിൽ ആയിപ്പോയ അല്ലെങ്കിൽ സീസര എന്ന് പറയുന്ന ആ വ്യക്തിയുടെ ചെന്നിയിൽ കുറ്റി അടിച്ചിറക്കുവാൻ യായേലിന് കഴിഞ്ഞ അവൻ മരണപ്പെട്ടു പോയെങ്കിൽ, എന്നെ കേൾക്കുന്ന പ്രിയസ്നേഹിതരെ, നിങ്ങൾ അങ്ങനെ ഗാഠനിദ്ര പിടിച്ചവനായി ലോക സുഖങ്ങളിൽ മയങ്ങി ഉറങ്ങിയാൽ പിശാച് നിന്നെ തകർത്ത് കളയും കേട്ടോ. പിശാച് നിന്നെ തകർത്ത് കളയും. അവൻ നോക്കിയിരിക്കുക, നിന്നെ നിന്റെ കുടുംബത്തെ എങ്ങനെ തകർക്കാം, നിന്റെ തലമുറ എങ്ങനെ തകർക്കാം, നിന്റെ നന്മ എങ്ങനെ ഇല്ലായ്മ ചെയ്യാം, എങ്ങനെ നിങ്ങളെ പാപത്തിലേക്ക് വീഴ്ത്താം, എങ്ങനെ നിങ്ങളെ ശത്രുതയിലേക്ക് കൊണ്ടുവരാം, നിന്റെ ജീവിതത്തെ എങ്ങനെ ഭൂമി തുടച്ചു മാറ്റാം എന്ന് ഈ കോമാളിയായ പിശാച് സാത്താൻ, ലേലിയ,
അവൻ തന്ത്രങ്ങൾ മെനഞ്ഞുകൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് പറഞ്ഞത്, സാത്താൻ നമ്മെ തോൽപ്പിക്കരുത്, അവന്റെ തന്ത്രങ്ങളിൽ നാം അറിയാത്തവരല്ലല്ലോ എന്ന് പറഞ്ഞത്. അതെ സഹോദരൻ, നിങ്ങൾ കുരിന്ത്യ ലേഖനമൊക്കെ വായിച്ചാൽ കാണാൻ 1 കൊരിന്ത്യർ 2:11 സാത്താൻ നമ്മെ തോൽപ്പിക്കരുത്, അവരെ തന്ത്രങ്ങൾ നാം അറിയാത്തവരില്ലല്ലോ. അതേ സ്നേഹിത, സീസരയ്ക്ക് പറ്റിയതുപോലെ നിനക്ക് പറ്റാതിരിക്കണമെങ്കിൽ നീ ദൈവസനി ഉണർന്ന് പ്രാർത്ഥിക്കണം. നിന്റെ സമയത്ത് നഷ്ടപ്പെടുത്തി കളയരുത്. ജീവിതം എന്ന് പറയുന്ന ഒരിക്കൽ മാത്രമാണ്, രണ്ടാമതൊരു ജീവിതം നമുക്കില്ല. അതുകൊണ്ട് ഈ ഭൂമി ലഭിക്കുന്ന സമയവും നമുക്കൊരിക്കൽ മാത്രമാണ്, രണ്ടാമത് നമുക്കൊരു സമയം കിട്ടത്തില്ല. ഇന്നലകളിലെ ദിവസം നിനക്ക് ഇനി മടക്കി കൊണ്ടുവരാൻ കഴിയത്തില്ല. നാളെ എന്താണെന്ന് നിനക്ക് തിരിച്ചറിയില്ല. പക്ഷേ ഇന്നത്തെ ദിവസമാണ് നിനക്ക് പ്രധാനപ്പെട്ടത്. ഇന്നത്തെ ദിവസമാണ് നീ കർത്താവിന് വേണ്ടി ഉണരേണ്ടത്. അതുകൊണ്ട് നിന്റെ ഗാഢനിദ്ര വിട്ടുകളഞ്ഞിട്ട് നീ കട്ടിൽ നിന്ന് എഴുന്നേറ്റ് നീ കർത്താവിന് വേണ്ടി പ്രവർത്തിക്കണം. അതേ വിളക്ക് കൊളുത്തിയിട്ടത് കട്ടിൽ കീഴെ വെച്ച് മൂടരുത്. രക്തം ചെയ്യും. നീ ലോകത്തിന്റെ വെളിച്ചമാ. ഹല്ലേലൂയ. കർത്താവിന്റെ ലോകത്തിന്റെ വെളിച്ചമായിട്ടിരിക്കുക. നിന്റെ ഭവനത്തിനകത്ത് നിന്റെ ചുറ്റുവട്ടത്തും അനേകം ആളുകൾ പാപത്തിന്റെ കൂരകളിൽ വീണ് കിടപ്പുണ്ട്, പാപത്തിന്റെ ഇരുട്ടിൽ വീണ് കിടക്കുന്നുണ്ട്, അന്ധകാരത്തിൽ വീണ് കിടക്കുന്നുണ്ട്. അവർക്ക് വെളിച്ചം വീശുവാൻ വേണ്ടി ദൈവം നിന്നെ ലോകത്തിന്റെ വെളിച്ചമായി തെരഞ്ഞെടുത്ത് അവസാന തുള്ളി രക്തം വരുത്തുന്ന നിന്റെ പാപത്തിന്റെ കറകളെ കഴുകി നിന്നെ ശുദ്ധീകരിച്ച് ദൈവരാജ്യത്തിന്റെ അവകാശിയാക്കി കർത്താവ് മാറ്റി കഴിഞ്ഞപ്പോൾ, ഹല്ലേലൂയ, രക്തം ചെയ്യും. നീ കർത്താവിന് വേണ്ടി ഉണർന്ന് പ്രവർത്തിക്കണം. രക്തം ചെയ്യും. അതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനമൊക്കെ പറയുന്നത്. ഹല്ലേലൂയ. ഇവിടെ ദൈവത്തിന്റെ വചനം പറയുന്നത് സീസരയുടെ അമ്മയെ പറ്റി നിങ്ങൾക്ക് വരരുത്. വീണ്ടും നമ്മൾ സദൃശവാക്യമോ വായിക്കും കാണുന്നുണ്ട്. സദൃശ 10:5 വായിക്കും കാണുന്നുണ്ട്. ഹല്ലേലൂയ. വേനൽക്കാലത്ത് ശേഖരിച്ചു വെക്കുന്നവൻ ബുദ്ധിമാൻ, കൊയ്ത്തുകാലത്ത് ഉറങ്ങുന്നവനും നാണം കെട്ടവൻ. ഹല്ലേലൂയ. അപ്പം വേനൽക്കാലത്ത് ശേഖരിച്ചു വെക്കുന്നവൻ ആരാണ്? ബുദ്ധിമാനാണ്. ഹല്ലേലൂയ. കൊയ്ത്തുകാലം വരുമ്പോൾ കിടന്ന് ഉറങ്ങുന്നവൻ എന്താണ്? ഉറങ്ങുന്നവൻ ആരാണ്? നാണം കെട്ടവനാണ്. ദേശത്തെല്ലാം കൊയ്ത്ത് വളരെയായിരിക്കുകയാണ്. പാടങ്ങളെല്ലാം വിളഞ്ഞു കിടക്കുന്നു. കൊയ്യുവാൻ സമയമായി, പക്ഷെ കൊയ്യുവാൻ ആളുകളില്ല. കൊയ്തെടുക്കാൻ ആളില്ല. മുമ്പ് കാലങ്ങളിൽ കൊയ്തെടുത്തവരല്ല ഇപ്പം കിടന്നുറക്കുവാൻ നാണം കെട്ടവനെ പോലെ കിടന്നുറങ്ങുകയാണ്. എന്നാൽ ചില ആളുകൾ എന്ത് ചെയ്യുന്നു? വേനൽക്കാലത്ത് സമ്പാദിച്ചു വെക്കും. വേനൽക്കാലത്ത് കഠിനമായി അധ്വാനം ചെയ്ത് കഠിനമായി പണിയെടുത്ത് അവന്റെ ഭൂമി വിളയിച്ച് പൊന്നുപോലെ വിളയിച്ച് അവൻ വേനൽക്കാലത്ത് സമ്പാദിച്ചു വെക്കും. അല്ലേ? വേനൽക്കാലത്ത് ശേഖരിച്ചു വെക്കും. അങ്ങനെ വേനൽക്കാലത്ത് ശേഖരിച്ചു വെക്കുന്നവനെ പറയുന്നത് ബുദ്ധിമാനെന്നാണ്. അവന് കഷ്ടകാലം വരുമ്പോൾ, അവന് പ്രയാസം വരുമ്പോൾ, ദുഃഖം വരുമ്പോൾ അവൻ ഒരിക്കലും ദുഃഖിച്ചു പോകത്തില്ല. കാരണം അവൻ വേനൽക്കാലത്ത് ശേഖരിച്ച് അവന്റെ കുടുംബത്തിന് വേണ്ടി വെച്ചിട്ടുണ്ട്. എന്നാൽ സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. കൊയ്ത്തുകാലത്ത് കിടന്നുറങ്ങിയവൻ നാണം കെട്ടവനായി അവനിങ്ങനെ വീട് തോറും അയൽവാസികൾ തോറും ദേശം മുഴുവൻ മറ്റുള്ളവരിങ്ങനെ കടം ചോദിച്ച് നടക്കും. പലിശയ്ക്കെടുത്തും ഡെയ്ഡ് വാങ്ങിയും. ഹല്ലേലൂയ. അങ്ങനെ അവന്റെ ജീവിതം ഒരു തരം വല്ലാത്ത അനുഭവത്തിലേക്ക് പോകും. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, വേനൽക്കാലത്ത് ശേഖരിച്ചു വെക്കുന്നവൻ ബുദ്ധിമാൻ. അതെ, നിനക്ക് തന്നിരിക്കുന്ന സമയം, നിനക്ക് തന്ന സന്ദർഭങ്ങൾ മുഴുവൻ, ആ സന്ദർഭത്തെ നീ നഷ്ടപ്പെടുത്തി കളയാതെ നിന്നിൽ കത്തിച്ചിരിക്കുന്ന ആ വെളിച്ചം നീ കട്ടിൽ കൊണ്ട് മൂടിക്കളയാതെ, കട്ടിൽ കീഴിൽ വെച്ച് മൂടിക്കളയാതെ, ഹല്ലേലൂയ, നീ കർത്താവിന് വേണ്ടി ഉണരണം. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അപ്പം വേദപുസ്തകം ഒരുപാട് ചിന്ത. അപ്പം നമ്മള് ഈ വിളക്ക് കൊളുത്തിയിട്ട് ആരും അതിനെ പറയെങ്കിലോ വെച്ച് മൂടാതെ തണ്ടിന്മേൽ വെക്കണമെന്ന് പറയുന്നതും, പാത്രം കൊണ്ട് മൂടാതെ എന്ന് പറയുന്നതും, കട്ടിൽ കീഴെ വെച്ച് അതിനെ മൂടരുതൊക്കെ പറയുന്നത്, ഇങ്ങനെ പറയുന്ന ഉപദേശങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരണം. രക്തം ചെയ്യാം. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, സഹോദര, നിന്റെ ജീവിതത്തിൽ ഇന്നലകളെ സംഭവിച്ച എല്ലാ പരാജയത്തെ നീ തിരിച്ചറിഞ്ഞിട്ട് അതിനെ നീ തുരത്തി എറിഞ്ഞിട്ട്, ഹല്ലേലൂയ, ഇന്ന് പകൽ നീ മാനസാന്തരപ്പെടാൻ തയ്യാറായാൽ, ഹല്ലേലൂയ, നിന്റെ കുടുംബത്തിനകത്ത് ഐശ്വര്യ സമാധാനം ഉണ്ടാകും. പ്രൈസ് ദി ലോർഡ്. നിന്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടും. നിന്റെ കുടുംബം നന്മ കൊണ്ട് നിറയും. നീ അഭിവൃദ്ധി പ്രാപിക്കുവാൻ കാരണമാകും. അതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മൾ മർക്കോസിന്റെ സുവിശേഷം വായിക്കുമ്പോൾ 13:36 യേശു ശിഷ്യന്മാരോട് പറയുന്നുണ്ട്, അവൻ പെട്ടെന്ന് വന്ന് നിങ്ങളെ ഉറങ്ങുന്നവരായി കണ്ടെത്താതിരിക്കേണ്ടതിന് ഉണർന്നിരിപ്പിൻ. അതെ, ശിഷ്യന്മാരുടെ നിങ്ങൾ ഉണർന്നിരിക്കണം.
എന്നെ കേൾക്കുന്ന സ്നേഹിതാണ്, ഉണർന്നിരുന്ന് പ്രവർത്തിക്കേണ്ട സമയം, ഉണരേണ്ട സമയത്ത് നീ മയങ്ങി പോകരുത്. ജോലി ചെയ്യേണ്ട സമയത്ത് നീ കിടന്നുറങ്ങരുത്. അല്ലേലൂയ. നിനക്ക് തന്നിരിക്കുന്ന സമയം എന്ന് പറയുന്നത് അത് നീ തക്കത്തിൽ ഉപയോഗിക്കുക തന്നെ ചെയ്യണം. ദൈവരാജ്യത്തിന്റെ മഹത്വത്തിന് വേണ്ടി നിന്നെ പ്രയോജനപ്പെടണം. നീ കാണിക്കുന്നത് കണ്ടാണ് നിന്റെ കുടുംബത്തിൽ നിന്റെ ഭാര്യയും നിന്റെ മക്കളും ആമീൻ വളരുന്നത്. അല്ലേലൂയ. നീ ഒരു മാതൃകാ മനുഷ്യനായി മാറണം. എന്നെ കേൾക്കുന്ന മാതാപിതാവേ, നിങ്ങൾ മക്കൾക്കൊരു മാതൃകയായി മാറണം. പ്രൈസ് ദി ലോർഡ്. അവരെ നേരായ പാതയിൽ വളർത്തിയെടുക്കുവാൻ, അവരെ നേരായ ഉപദേശത്തിൽ കൊണ്ടുവരുവാൻ, നേരായ രീതിയിൽ അവരെ നടത്തുവാൻ, അവർക്ക് നല്ല ഭാവി ഒരുക്കി കൊടുക്കുവാൻ, നല്ല സുരക്ഷിതത്വം ഒരുക്കി കൊടുക്കുവാൻ, അവർക്ക് നല്ല സുരക്ഷിതമായ സ്ഥാനത്ത് അവരെ എത്തിക്കുവാൻ. ഹല്ലേലൂയ. അതിനു വേണ്ടിയിട്ട് നിങ്ങൾ മക്കൾക്ക് മാതൃകയായിരിക്കണം. വിളക്കുകൾ എത്തി കട്ടിൽ കീഴെ വെച്ച് വെക്കാതെ, നിന്നുള്ള പ്രകാശം നീ മൂടിക്കളയാതെ ആ പ്രകാശം നിന്റെ മക്കളിലേക്ക് പകർന്നു കൊടുത്ത് നേരായ പാതയിൽ അവരെ ഉപദേശിച്ച് നടത്തുമ്പോഴാണ് സ്തോത്രം അവർ ദൈവനാമത്തിന് വേണ്ടി പ്രയോജനപ്പെടുന്നത്. ഹല്ലേലൂയ. ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മുടെ കുട്ടികൾക്ക് സൺഡേ സ്കൂളിൽ പോകാൻ ഭയങ്കര മടിയാ. സഭയിൽ സൺഡേ സ്കൂളുണ്ട്, സൺഡേ സ്കൂളിൽ പോകാൻ മടിയാ. സൺഡേ സ്കൂളിൽ പോകുന്നത് വലിയ അലസതയാ. ഹല്ലേലൂയ. ദൈവവചനം വന്നിരുന്ന് പഠിക്കുന്നതൊക്കെ വലിയ പ്രശ്നമാണെന്ന് ചിലർക്കൊക്കെ കേട്ടോ, എല്ലാവർക്കും അല്ല, ചിലരുടെ കാര്യം. എന്നാൽ ചില കുട്ടികൾക്കൊക്കെ സൺഡേ സ്കൂളിന് ഓടിയെത്താനുള്ള ആഗ്രഹമുള്ളവർക്കുണ്ട്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന മാതാവ്, നീ ആത്മീയമായി നീ വളരണം. അല്ലേ, ലോകപരമായി അല്ല നീ വളരേണ്ടത്. ഇവിടുത്തെ ഭൗതിക നന്മകളിലല്ല നീ വളരേണ്ടത്, ലോക സുഖങ്ങളിലല്ല നീ വളരേണ്ടത്. ആത്മീയമായി നീ വളരണം. നിന്റെ വളർച്ച മുഴുവൻ ദൈവരാജ്യത്തിന് വേണ്ടിയിട്ടായിരിക്കും. നിന്റെ ഉയർച്ച മുഴുവൻ ദൈവരാജ്യത്തിന് വേണ്ടിയിട്ടായിരിക്കണം. നിനക്കുള്ള നന്മകൾ മുഴുവൻ ദൈവരാജ്യത്തിനായിരിക്കും. നിന്റെ തലമുറയെ ദൈവരാജ്യത്തിന് വേണ്ടി സമർപ്പിച്ചു കൊടുക്കണം. നിനക്കുള്ള ആരോഗ്യത്തെ, നിന്റെ സൗന്ദര്യത്തെ, നിന്റെ കഴിവിനെ, നിന്റെ വിദ്യാഭ്യാസത്തെ, നിനക്ക് ദൈവം ചെയ്ത സകല ഉപകാരങ്ങളും അത് ദൈവനാമത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്തണം. എന്നിട്ട് നിനക്ക് പറയുവാൻ കഴിയണം, എൻ മനവേ യഹോവയെ വാഴ്ത്തുക, എൻ സർവ്വാന്തര വിശുദ്ധ നാമത്തെ വാഴ്ത്തുക, എൻ മനവേ യഹോവയെ വാഴ്ത്തുക, ഉപകാരങ്ങളൊന്നും മറക്കരുതെന്ന് പറഞ്ഞ ദൈവത്തെ സ്തുതിക്കണം. രക്തം ചെയ്യും. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന ശ്രോതാവേ, സഹോദര സഹോദരി, നിന്റെ ജീവിതത്തിന്റെ അലസതയെ മാറ്റിക്കളഞ്ഞിട്ട്, നിന്റെ ജീവിതത്തിന്റെ ഈ ലോക സുഖ സൗകര്യങ്ങളെ കുറിച്ചുള്ള ചിന്താഗതികളും അങ്ങനെയുള്ള ജീവിത രീതികളും നീ മാറ്റിക്കളഞ്ഞിട്ട് നീ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടണം. ഹല്ലേലൂയ. നമ്മൾ ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ ആത്മീയ നിദ്രയിൽ നിന്നും എഴുന്നേൽക്കുവാൻ അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് പറയുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഹല്ലേലൂയ. അപ്പം പൗലോസ് പറയുന്ന നിങ്ങൾ ആത്മീയ നിദ്രയിൽ നിന്ന് ഉണരണമെന്നാണ്. ഹല്ലേലൂയ. അപ്പൊ എത്രയെത്ര നിർദ്ദേശങ്ങളാണ് നമുക്ക് ദൈവത്തിന്റെ വചനത്തിലൂടെ കിട്ടുന്നത്. അതുകൊണ്ടാണ് എഫേസ്യ ലേഖനമൊക്കെ വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നത്, എഫേസ്യ ലേഖനം വായിക്കുമ്പോൾ 5-ാം അധ്യായം അതിന്റെ 14-ാമത്തെ വാക്യമൊക്കെ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് അങ്ങനെ. ഹല്ലേലൂയ. അവിടെ പറയുന്നുണ്ട്, നിങ്ങൾ സമയം തക്കത്തിൽ ഉപയോഗിക്കണമെന്ന്. ഹല്ലേലൂയ. അതേപടി നമ്മൾ സമയത്തേക്ക് നമ്മൾ തക്കത്തിൽ ഉപയോഗിക്കുക തന്നെ. അവിടെ എഫേസ്യ 5:14 പറയുന്നത്, അതുകൊണ്ട് ഉറങ്ങുന്നവനെ ഉണർന്ന് മരിച്ചവരുടെ നിന്ന് എഴുന്നേൽക്ക, എന്നാൽ ക്രിസ്തു നിന്റെ മേൽ പ്രകാശിക്കും. ഹല്ലേലൂയ. കർത്താവ് ഉറങ്ങുന്നവനെ ഹല്ലേലൂയ ഉണർന്ന് മരിച്ചവരുടെ നിന്ന് എഴുന്നേൽക്ക, എന്നാൽ ക്രിസ്തു നിന്റെ മേൽ പ്രകാശിക്കും. അപ്പൊ നിങ്ങൾ ആത്മീയ നിദ്രയിൽ പോകരുത്. ഹല്ലേലൂയ. ആത്മീയ നിദ്രയിൽ നിങ്ങൾ ആയിക്കഴിഞ്ഞാൽ ഹല്ലേലൂയ നിങ്ങൾ എത്രമാത്രം പരാജയപ്പെടും. ഹല്ലേലൂയ. ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം നിന്റെ ജീവിതം ഉറങ്ങി തീർക്കുവാനുള്ളതല്ല, അത് കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുത്തേണ്ടതാണ്. രക്തം ചെയ്യും. ഇന്ന് പകൽ വിവിധ കഷ്ടതയിലൂടെ, സങ്കടത്തിലൂടെ, ദുഃഖത്തിലൂടെ, വേദനയിലൂടെ, അലസതയുടെ കടന്നു പോകുന്ന കുടുംബങ്ങളോടൊക്കെ ഞാൻ പറയട്ടെ, ദൈവത്തിന്റെ ആത്മാവ് നിന്നെ ശക്തമായി മാനിക്കുവാനും അനുഗ്രഹിക്കുവാനും ദൈവം നിന്നെ ഉന്നതമായ നിലയിലേക്ക് കൊണ്ടുവരുവാനും ആഗ്രഹിക്കുമ്പോൾ, നിന്റെ ജീവിതത്തിൽ ആത്മീയമായും കർത്താവ് ശക്തമായി നിന്നെ നിന്നിൽ കൂടെ വലിയ പ്രവർത്തികൾ ചെയ്യുവാൻ ആഗ്രഹിക്കുമ്പോൾ, ഹല്ലേലൂയ, നീ കർത്താവിന് വേണ്ടി ഉണർന്ന് പ്രവർത്തിക്കണം. മരിച്ചവരുടെ ഇടയിൽ നീ എഴുന്നേൽക്കണം. പാപത്തിൽ വീണ് കിടക്കുന്ന, ശാപത്തിൽ വീണ് കിടക്കുന്ന ഈ ലോകത്തിന്റെ അന്ധകാരത്തിൽ, വെറുക്കൂത്തുകളിൽ, ഇവിടുത്തെ ജഡിക സുഖങ്ങളിൽ, അലസതയിൽ, ലോകമുഖങ്ങളില്, മദ്യപാനത്തിനും മയക്കുമരുന്ന് ലഹരിക്കും അടിമപ്പെട്ട് കിടക്കുന്ന എന്റെ ജീവിതം ഹല്ലേലൂയ നീ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടണം. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, മടങ്ങി വന്ന് യേശുവിന് നീ പ്രയോജനപ്പെട.
ഇന്നേക്ക് 2000-ത്തിലധികം വർഷങ്ങൾ മുമ്പ് കാൽവറിയുടെ കൊലക്കളത്തിൽ നമുക്ക് വേണ്ടി അവസാനത്തുള്ളി രക്തം വരെ തന്നവനുണ്ട്. നമ്മുടെ പാപത്തിന്റെ കറകളെ നീക്കിക്കളഞ്ഞ് നമ്മുടെ പാപത്തെ ശുദ്ധീകരിച്ച് നമുക്ക് നിത്യജീവൻ തന്ന് ദൈവത്തിന്റെ മകനാക്കി മകളാക്കി മാറ്റി അപ്പാപിതാവി എന്ന് വിളിക്കുന്ന പുത്രത്തിന്റെ ആമേൻ അതിന്റെ അവകാശം നമുക്ക് തന്ന് സ്വർഗരാജ്യത്തിന്റെ സകല നന്മകൾ നമുക്ക് വെളിപ്പെടുത്തി തന്ന് നമ്മെ ഭൂമിയിലാക്കി വെച്ചിരിക്കുന്ന നല്ല കർത്താവുണ്ട്. ആ കർത്താവ് നിന്നെ സദാസമയം കണ്ടുകൊണ്ടിരിക്കുകയാണ്. കർത്താവ് സദാസമയം നിന്നെ വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അവനെ കേൾക്കുന്ന ശ്രോതാവേ, നിന്റെ സമയത്തെ നീ ദുർവിനിയോഗം ചെയ്യാതെ നിന്റെ സമയത്തെ നീ ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുക. ആത്മീയ നിദ്ര വിട്ടുണരണം. നിങ്ങൾ ആത്മീയ നിദ്രയിൽ അമ്മയിൽ നിന്ന് എഴുന്നേൽക്കണം എന്നാ പൗലോസ് പറയുന്നത്. അല്ലേലിയ. അപ്പൊ നിങ്ങൾ എഴുന്നേൽക്കുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് പ്രകാശിപ്പിക്കുവാൻ അവന് സാധ്യമല്ല. നിങ്ങളോട് എഴുന്നേൽക്കാൻ കർത്താവ് പറഞ്ഞാലും നിങ്ങൾ എഴുന്നേൽക്കുന്നില്ലെങ്കിൽ കർത്താവ് നിങ്ങളിൽ ഒന്നും ചെയ്യില്ല. കർത്താവിന് ഒന്നും നിങ്ങൾ ചെയ്യുവാൻ കഴിയത്തില്ല. അല്ലേലിയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന സ്നേഹിതരെ, നിങ്ങൾ കർത്താവിന് വേണ്ടി എഴുന്നേൽക്കണം. അല്ലേലിയ. ആമേൻ. നിങ്ങൾ അണഞ്ഞുപോയ വിളക്കായി മാറാതെ, കെട്ടുപോയ വിളക്കായി മാറാതെ, കരിന്തിരി പുകയുന്ന വിളക്കായി മാറാതെ, അല്ലേലിയ, നിങ്ങൾ എന്ത് ചെയ്യണം? കർത്താവിന് വേണ്ടി തെളിവോടെ നിൽക്കണം. നമ്മളൊക്കെ വീട്ടില് ഇപ്പം പണ്ടത്തെ പോലെ മണ്ണെണ്ണ വിളക്കും പെട്രോൾ മൈറ്റ്സും ഒന്നും അനുഭവിക്കുന്നത്. പണ്ടൊക്കെ കടകളിൽ പെട്രോൾ മൈറ്റ്സ് അത് നിങ്ങൾ കണ്ടിട്ടുള്ളവരുണ്ട്, കാണാത്ത കുട്ടികളൊക്കെ ഉണ്ട് ഇന്നത്തെ കാലഘട്ടത്തിൽ. പിന്നെ പണ്ടത്തെ നമ്മുടെ വീട്ടിലെ ഓട്ടുവിളക്കുകൾ, പാട്ടവിളക്കുകൾ, കുപ്പി വിളക്കുകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അന്നൊക്കെ എണ്ണ ഒഴിച്ച് അല്ലെങ്കിൽ തിരിയിട്ട് കത്തിക്കുന്നൊരു കാലഘട്ടമാണ്. അതിന് പ്രകാശം കുറവാണ്. കുറച്ച് മഞ്ഞവെട്ടം, കുറച്ച് പുകയെല്ലാവരും കൂടി വെട്ടം കുറച്ചാ. പിന്നെ ചിലപ്പം വെളുതിരി വെട്ടമൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതിന് ശേഷമായിട്ട് വൈദ്യുതിയൊക്കെ നമ്മുടെ വീടുകളിൽ എത്തിക്കഴിഞ്ഞപ്പോൾ മണ്ണെണ്ണ വിളക്കും, പാട്ടവിളക്കും, കുപ്പിവിളക്കും, ഓട്ടുവിളക്കും ഒക്കെ നമ്മൾ മാറ്റിവെച്ചിട്ട്, അല്ലെങ്കിൽ വെളുതിരിയൊക്കെ മാറ്റിവെച്ചിട്ട് പിന്നെ നമ്മൾ ഇലക്ട്രിക് ബൾബിന്റെ കീഴിലായി. അങ്ങനെ ഇലക്ട്രിക് ബൾബ് നിങ്ങളുടെ വീട്ടിൽ കത്തിക്കൊണ്ട് നിൽക്കുമ്പോൾ ചിലപ്പോൾ അതിന്റെ വോൾട്ടേജ് പോകാറുണ്ട്. വോൾട്ടേജ് കുറയും. വോൾട്ടേജ് കുറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിങ്ങനെ മിന്നി മിന്നി നിൽക്കും. ആ വീട്ടിൽ ആ സമയത്ത് ആ വീട്ടിൽ ഒരു ഉപകരണങ്ങളും ചലിപ്പിക്കാൻ കഴിയത്തില്ല. വോൾട്ടേജ് ഇല്ല. ഒരു ഫാൻ കറങ്ങത്തില്ല, ഒരു മോട്ടോർ വർക്ക് ചെയ്യത്തില്ല, മറ്റ് യാതൊന്നിനും പ്രയോജനപ്പെടുത്താതെ നിങ്ങൾ വോൾട്ടേജ് കുറയുമ്പോൾ നിങ്ങൾ പിറുപിറുക്കാൻ തുടങ്ങും. അപ്പൊ നിങ്ങൾ ഇലക്ട്രിസിറ്റി അന്വേഷിക്കും. ഇലക്ട്രിസിറ്റി ബോർഡിൽ നിങ്ങൾ വിളിക്കും. നിങ്ങൾ അവരോട് പരാതി പറയും, ഞങ്ങളുടെ ലൈനില് വോൾട്ടേജ് ഇല്ല. അല്ലേ? അങ്ങനെയൊക്കെ പറയാൻ നിങ്ങൾ ഭയങ്കര വിരുദ്ധരാണ്, ഭയങ്കര മിടുക്കരാണ്. എന്നാൽ എന്നെ കേൾക്കുന്ന മാതാവ് പിതാവേ, അല്ലേലി നീ അലസനായി കിടന്നുറങ്ങിക്കഴിയുമ്പോൾ, വോൾട്ടേജ് പോയതുപോലെ നിന്റെ ഉള്ള വെളിച്ചം കിട്ടുകഴിയുമ്പോൾ, അല്ലേലിയ, പിന്നെ നിന്നെ കൊണ്ട് യാതൊരു പ്രയോജനമില്ല. ആ വോൾട്ടേജ് പോയി വീട്ടിലെ പ്രകാശം കൊണ്ട് ഒരു പ്രയോജനമില്ലാത്തതുപോലെ നിന്റെ വെട്ടം കെട്ടുപോയ, നിന്റെ വെളിച്ചം കെട്ടുപോയ, നിന്റെ വെളിച്ചം അണഞ്ഞു പോയാൽ നിന്നെ കൊണ്ട് ഒരു പ്രയോജനവുമില്ല. രക്തം ചെയ്യും. അതുകൊണ്ടൊക്കെയാണ് ദൈവം പറയുന്നത് മനസ്സാണ്. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത് വിളക്കുകൾ എത്തിച്ചാരും അതിനെ കട്ടിക്കീഴെ വെച്ച് മൂടുകയില്ലെന്നാണ്. അല്ലെങ്കിൽ അപ്പൊ നീ കട്ടിലിൽ കിടന്ന് നീ അലസനായി മാറിയിരുന്ന ദൈവത്തിന്റെ വചനം പറയുക. ഇവിടെ മാത്രമല്ല വചനം പറയുന്നത്, അല്ലെങ്കിൽ നിന്നിലുള്ള അഗ്നി ആളിക്കത്തണം. ബെഥെസ്ദ കുളക്കരയിലെ രോഗിയെ സൗഖ്യമാക്കിയ യേശു അവരോട് എഴുന്നേറ്റ് നിന്റെ കിടക്കയെടുത്ത് നടക്ക എന്ന് പറഞ്ഞുവെന്ന് യോഹന്നാന്റെ സുവിശേഷം 5:8 കാണുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ലൗകികപരമായ കിടക്ക മടിയന്മാരായിരിക്കുന്ന ക്രൈസ്തവ സമൂഹത്തെ കാണിക്കുന്നതാണ്. ഇപ്പോൾ തന്നെ ഭൗതിക ജീവിതവും ലൗകിക ജീവിതവും മതിയാക്കി കിടക്കയിൽ നിങ്ങൾ എഴുന്നേൽക്കണം. നിങ്ങളുടെ ജീവിതം പ്രകാശിക്കട്ടെ. അപ്പൊ കുളക്കരയിൽ കിടന്ന മനുഷ്യനോട് പറയുക, നിന്റെ ഈ ലോകത്തിലെ ലൗകിക ജീവിതം, ഭൗതിക ജീവിതമൊക്കെ മാറ്റിവെച്ചിട്ട് നീ കിടക്ക വിട്ട് എഴുന്നേറ്റ് നീ ആത്മീയമായി ഉണരണമെന്ന് പറഞ്ഞപ്പോൾ അവൻ തന്റെ കിടക്ക വിട്ട് എഴുന്നേറ്റ് അവൻ കർത്താവിന് വേണ്ടി പ്രകാശിച്ചുവെന്ന് അല്ലേലിയ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അല്ലേലിയ. എന്നെ കേൾക്കുന്ന കട്ടിലെന്നത് പാപ ജീവിതത്തെ കാണിക്കുന്നു. ഈ കട്ടിൽ എന്ന് പറയുന്ന വളരെ കാര്യം നമ്മൾ പഠിക്കുന്നത്. ഈ കട്ടിൽ എന്നത് പാപജീവിതത്തെ കാണിക്കുന്നു. വിശ്വാസിയായി ഒരുവൻ ആശുദ്ധിയിലേക്ക് ധൈര്യപൂർവ്വം തന്നെ വിറ്റുകളയുമ്പോൾ അവൻ പ്രാപിച്ച അഗ്നി അണഞ്ഞു പോകുന്നു. ഒരു വിശ്വാസി പാപം ചെയ്യുമ്പോൾ ആ പാപത്തിന് നമ്മളെ വിറ്റുകളയുക, സാത്താനെ നമ്മളെ വിറ്റുകളയുക. യേശു ക്രൂശിൽ രക്തം കൊടുത്ത് നമ്മെ വിലയ്ക്ക് വാങ്ങിയതാണ്. യേശു ക്രൂശിൽ രക്തം കൊടുത്ത് നമ്മെ വിലയ്ക്ക് വാങ്ങിക്കഴിയുമ്പോൾ നീ പാപത്തിലേക്ക് നിന്നെ വിറ്റുകൊടുക്കരുത്, പാപത്തിനെ വിടരുത്. നീ പാപം ചെയ്യുമ്പോൾ സാത്താൻ ഇതിനെ വിൽക്കുക നീ. അതുകൊണ്ട് അല്ലൊരിയ കട്ടിലെന്ന് പറയുന്ന പാപജീവിതത്തെ കാണിക്കുന്നു. അതുകൊണ്ട് അല്ലൊരിയ നിങ്ങളെ പാപത്തിന് വിറ്റുകളയാതെ, നിങ്ങൾ കത്തിച്ച പ്രകാശം കെട്ടുപോകാതെ എന്നെ കേൾക്കുന്ന പരിശീലിക്കുന്നതാണ്. നിങ്ങൾ സകല അശുദ്ധിയിൽ നിന്നും മടങ്ങി വിശുദ്ധിയിൽ ജീവിക്കണം.
സകല അശുദ്ധിയിൽ മടങ്ങുന്ന വിശുദ്ധി ജീവിക്കണം. അല്ലെ, നിങ്ങൾ വിശുദ്ധിയെ നിസ്സാരമായി കരുതരുത്. അല്ലെങ്കിൽ വിശുദ്ധിയെ നിങ്ങൾ നിസ്സാരമായി കരുതിയാൽ പരിശുദ്ധാത്മാവിന് നിന്റെ ഉള്ളിൽ വസിക്കാൻ കഴിയത്തില്ല. വിശുദ്ധിയെ അല്ലെങ്കിൽ നിന്റെ ഉള്ളിൽ നഷ്ടപ്പെടുമ്പോൾ നിന്റെ ഉള്ളിൽ പകർന്ന പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം നഷ്ടപ്പെട്ടു പോകും. ആമേൻ. ഒരു അല്ലെങ്കിൽ സ്വതം വിശുദ്ധി നഷ്ടപ്പെടുത്തി അശുദ്ധിക്കകത്ത് ജീവിച്ച നിന്റെ ഉള്ളിൽ വ്യാപരിക്കുന്നത് സാത്താന ശക്തിയാ. നീ വിശുദ്ധിയോട് ജീവിച്ചെങ്കിൽ മാത്രമേ പരിശുദ്ധാത്മാവിനിൽ വസിക്കാൻ കഴിയത്തുള്ളൂ, യേശുവിനിൽ വസിക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിത, പരിശുദ്ധാത്മാവിന് വേണ്ടി ഇതിനെ പൂർണ്ണമായി പ്രയോജനപ്പെടുത്തണം. ആമി ഒരിക്കൽ ദാവീദ് പാപം ചെയ്തപ്പോൾ തന്റെ ഉള്ളിലെ ആത്മീയത്തെ അണഞ്ഞുപോയി, ഉണർന്നും ആകയാൽ ആമി കണ്ണുനീരൊഴുക്കി നിലവിളിച്ച് പ്രാർത്ഥിച്ചതാണ് 51-ാം സങ്കീർത്തനം എന്നൊക്കെ പറയുന്നത്. ദാവീദിന്റെ ജീവിതത്തിൽ പാപം പ്രവേശിച്ചപ്പോൾ, ദൈവത്തിനകത്ത് പോയി കഴിഞ്ഞപ്പോൾ, ആ പാപം നാഥാം പ്രവാചകൻ ദാവീദിന്റെ കൊട്ടാരത്തിൽ ചെന്ന് ഓർപ്പിച്ചു കഴിഞ്ഞപ്പോൾ ദാവീദ് ഒരുപാട് വീണ് നിലവിളിച്ചു. ആമി പാപത്തിന് ദാവീദിനെ വിറ്റുകളഞ്ഞപ്പോൾ, പാപത്തിൽ ദാവീദ് വീണ് കഴിഞ്ഞപ്പോൾ, ഒരു ജഡികനായി ഗാഠനിദ്രയിൽ വീണ് നിദ്രപ്രിയരായി മാറിക്കഴിഞ്ഞപ്പോൾ, ഈ ലോകത്തിന് ജഡിക ലൗകിക സുഖങ്ങളിൽ ദാവീദ് വീണ് കഴിഞ്ഞപ്പോൾ പുള്ളിക്ക് നഷ്ടപ്പെട്ടു പോയത് തന്റെ ആത്മീയ ജീവിതമാണ്, തന്റെ വിശുദ്ധിയാണ്. ആ വിശുദ്ധി നഷ്ടപ്പെട്ടു പോയ ദാവീദിൽ ദൈവത്തിന് വസിക്കാൻ കഴിയാതെ വന്നു കഴിഞ്ഞപ്പോഴാണ് തന്റെ പാപത്തെ ഉണർത്തിക്കുവാൻ പ്രവാചകനെ കൊട്ടാരത്തിലേക്ക് വിട്ടത്. പ്രവാചകൻ തന്റെ പാപത്തെ കുറിച്ച് പറഞ്ഞു കൊടുത്തപ്പോൾ ദാവീദ് വീണ് നിലവിളിച്ചതുപോലെ ഇന്ന് പകലിനെ കേൾക്കുന്ന മാതാപി പിതാവി, നിന്റെ പാപത്തെ കുറിച്ച് പരിശുദ്ധാത്മാവ് ഓർപ്പിച്ചു തരുമ്പോൾ ആ പാപത്തെ ഏറ്റുപറഞ്ഞ് ദാവീദ് നിലവിളിച്ച് പ്രാർത്ഥിച്ചതുപോലെ നിലവിളിച്ച് പ്രാർത്ഥിക്കണം. സങ്കീർത്തനം 51-ഉം 32-ാം സങ്കീർത്തനമൊക്കെ നിങ്ങൾ വായിക്കണം, 101-ാം സങ്കീർത്തനം വായിക്കണം, 15-ാം സങ്കീർത്തനം വായിക്കണം. അല്ലേലൂയ. അങ്ങനെ ചില പാപബോധം വരുന്ന ചില സങ്കീർത്തനങ്ങൾ വായിച്ച് നിന്റെ ജീവിതത്തിലെ ജഡത്തെ അശുദ്ധിയെ നീ നീക്കിക്കളയണം. അല്ലേലൂയ. എന്നിട്ട് കർത്താവിന് വേണ്ടി തണ്ടിന്മേൽ വെച്ച് വിളക്ക് പോലെ നീ പ്രകാശിക്കണമെന്ന് പരിശുദ്ധാത്മാവ് പറയുക. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയരേ, ദാവീദ് നിലവിളിച്ച് പ്രാർത്ഥിച്ചു, ദൈവമേ നിർമ്മലമായ ഒരു ഹൃദയം സൃഷ്ടിച്ച് സ്ഥിരമായ ആത്മാവിനിൽ പുതുക്കണമേ, നിന്റെ സന്നിധിനെ തള്ളിക്കളയരുതേ, നിന്റെ പരിശുദ്ധാത്മാവിനിൽ നിന്ന് എടുക്കരുതേ എന്ന് നിലവിളിച്ച് പ്രാർത്ഥിച്ചുവെന്ന് ആമേൻ സങ്കീർത്തനം 51-ന്റെ 10 തൊട്ട് താഴോട്ട് വായിക്കുവാൻ കാണാൻ കഴിയും. അല്ലെങ്കിൽ എന്നെ കേൾക്കുന്ന പ്രശ്നീയത, നീ ദാവീദിനെ പോലെ നിലവിളിച്ച് പ്രാർത്ഥിച്ച് കർത്താവേ, ആ പരിശുദ്ധാത്മാവിന്റെ അഗ്നിയിൽ നിറയ്ക്കണമേ, അഗ്നിയുടെ അഭിഷേകത്തിൽ നിന്ന് പകരണമേ, എന്റെ ലൗകിക സുഖത്തെ നീക്കി, എന്റെ ജനിക നിദ്രയെ നീക്കി എന്റെ ഗാഠനിദ്രയെ മാറ്റി, എന്റെ നിദ്രപ്രീത്തം മാറ്റി, ലൗകിക സുഖങ്ങൾ മാറ്റി, എന്റെ ഇവിടുത്തെ ഭൗതിക ജീവിത സാഹചര്യങ്ങൾ മാറ്റി, പാപത്തിന് എന്നെ വിറ്റുകളയാതെ എന്റെ ഉള്ളിലെ പരിശുദ്ധമായിട്ട് സാന്നിധ്യം നഷ്ടപ്പെട്ടു പോകാതെ കർത്താവേ, ഇതിന്റെ ആത്മാവിന്റെ എന്നെ നിറയ്ക്കണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നെങ്കിൽ പരിശുദ്ധാത്മാവ് നിന്നിലൂടെ അത്ഭുതം ചെയ്യും. ദാവീദിനെ ഉപയോഗിച്ചൊരു ദൈവമുണ്ട്, നിന്നെ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുക. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിത, നീ കർത്താവിന് വേണ്ടി ജ്വലിച്ച് പ്രകാശിക്കണം. അല്ലേലൂയ. കർത്താവിന് വേണ്ടി ജ്വലിച്ച് പ്രകാശിച്ച് മറ്റുള്ളവർക്ക് വെളിച്ചമായി മാറണം. ദൈവത്തിന് ഉറച്ചു നിൽക്കണം. അല്ലേലൂയ. തെസ്സലോനിക്കരെ 1:5-8 വായിക്കുന്നുണ്ട്, ആകയാൽ നമ്മ ശേഷമുള്ളവരെ പോലെ ഉറങ്ങാതെ ഉണർന്ന് സുബോധമായിരിക്കുക. ആ ഭാഗത്തേക്ക് പോകാൻ നമുക്ക് സമയമില്ല. അത് ശേഷമുള്ള മനുഷ്യരെ പോലെ നീ ഉറങ്ങാതെ ഉണർന്ന് അല്ലേലൂയ നീ സുബോധത്തോടെ ഇരിക്കണം. വായിച്ച വചനത്തിലേക്ക് വന്ന് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുക. അല്ലെങ്കിൽ നമ്മൾ വായിച്ചത് ലൂക്കോസ് സുവിശേഷമാണല്ലോ. ലൂക്കോസ് സുവിശേഷത്തിൽ വായിച്ചത് എന്താണ്? 8:16, വിളക്ക് കൊളുത്തിട്ട് ആരും അതിനെ പാത്രം കൊണ്ട് മൂടുകയോ കട്ടിൽ കീഴെ വെക്കുകയോ ചെയ്യാതെ അകത്ത് വരുന്നവർക്ക് വെളിച്ചം കാണേണ്ടതിന് ആ തണ്ടിന്മേലത്രേ വെക്കുന്നത്. അതെ, വെളിച്ചം കട്ടിൽ കീഴെ വെക്കരുത്, പാത്രം കൊണ്ട് മൂടരുത്, പറയും കീഴിൽ വെച്ച് മൂടരുത്. നീ ലോകത്തിന്റെ വെളിച്ചമാണ്, എഴുന്നേറ്റ് പ്രകാശിക്കണം. പാപത്തിന് വിട്ടുകൊടുക്കരുത്, പാപത്തിന് വിറ്റ് കളയരുത്. എന്നെ കേൾക്കുന്ന സഹോദര സൂര്യ, ഇത് ഉണർന്ന് പ്രവർത്തിക്ക്. കർത്താവിന് വേണ്ടി നിന്നെ പ്രയോജനപ്പെടുത്ത്. കണ്ണുകളടച്ചാട്ട് അല്ലെങ്കിലും പാപത്തിൽ വേണ്ടി കർത്താവിന് വേണ്ടി പ്രകാശിക്കാൻ കഴിയാതെ കുടുംബത്തിനകത്ത് പാപശാപ രോഗബന്ധനം കൊണ്ട് നിറയപ്പെട്ട അനുഭവമാണെങ്കിൽ ഇന്ന് പകൽ കർത്താവ് നിനക്കൊരു മോചനം നൽകാൻ ആഗ്രഹിക്കുന്നു. കണ്ണുകളടച്ചനോടൊപ്പം ചേർന്ന് കർത്താവിന് വിട്ടുകൊടുക്കാം. കർത്താവ് എന്നെ പരിശുദ്ധമാ നിറച്ച് അങ്ങയ്ക്ക് വേണ്ടി ജ്വലിച്ച് പ്രകാശിന് വിളക്കാക്കി എന്നെ മാറ്റണമെന്ന് ദൈവത്തോട് പ്രാർത്ഥന. ദൈവം അത്ഭുതം ചെയ്യും. പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി സ്തോത്രം. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന സകല ദൈവമക്കളെയും ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കണം. കേരളത്തിൽ, ഭാരതത്തിൽ, ലോക രാജ്യങ്ങളിലുള്ള 800 കോടിയധികം ജനത്തിനങ്ങൾ പ്രാർത്ഥിക്കുന്നു. പാപത്തിലും ശാപത്തിലും രോഗത്തിലും ബന്ധനത്തിലും അകപ്പെട്ട് കിടക്കുന്ന സകല നിദ്രപ്രിയന്മാരെ ഞങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കർത്താവേ, മത, സാമൂഹ്യ, സാംസ്കാരിക സംഘടനാ രംഗത്ത്, ചരിത്ര, മാധ്യമ, മീഡിയ രംഗം നിൽക്കുന്നവർ,
സയന്റിസ്റ്റുകൾ, എഞ്ചിനീയർമാരെ, ചലച്ചിത്ര മാധ്യമ മീഡിയ രംഗങ്ങൾ പ്രവർത്തിക്കുന്ന തീവ്രവാദത്തിലും ഭീകരവാദം വർഗീയതയിലും പെട്ടുകിടക്കുന്നവർ, കർത്താവ് അഴിമതിക്കാരും കരിഞ്ഞത്ത് പൂഴ്ത്തിവെപ്പുകാരും എല്ലാം ചെടിക ജീവിതം നയിക്കുന്നവരെയും ഞങ്ങളുടെ ശൈശവത്തിലും ബാല്യത്തിലും കൗമാരത്തിലും യൗവനത്തിലും വാർദ്ധക്യത്തിലും നിരാലം വൃത്തിലും അശരണ യാചകർ, ഓർഫനേജ്, തടവറയിലായിരിക്കുന്നവർക്കായി പ്രാഥമിക വില്ലേജ്, പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ, താലൂക്ക്, ബ്ലോക്ക്, ജില്ലാ ഭരണ മേധാവികൾ, സംസ്ഥാനങ്ങൾ, രാജ്യങ്ങൾ, രാഷ്ട്രങ്ങളെ ഭരിക്കുന്നവരെ, രാജാക്കന്മാർ, രാജ്യമാർ, പ്രധാനമന്ത്രി, പ്രസിഡന്റ്, ഗവർണർ, പട്ടാള മേധാവികൾ, ഗോത്രങ്ങളെ, ദ്വീപുകളെ, ആദിവാസികളെ, ട്രൈബൽ മേഖലയിലായിരിക്കും ജനത്തിനായി ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന, കരയിലും കടലും ആകാശമാർഗം വാഹനം ഓടിക്കുന്നവർ, വാഹനത്തിൽ യാത്രയും വാഹന നിർമ്മിത സെയിൽസ് ചെയ്യുന്നവരെ, കൺസ്ട്രക്ഷൻ രംഗത്ത്, മെക്കാനിക്കൽ, മോട്ടോർ രംഗത്ത്, ചെറുതും വലുതുമായ എല്ലാ ടാക്സി ഓട്ടോ ഡ്രൈവേഴ്സിനെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സമുദ്രതീരങ്ങളിൽ താമസിക്കുന്ന കടലോര വാസികളെ, മത്സ്യബന്ധനായി കടന്നുപോയിരിക്കുന്നു, ചെറുതും വലുതുമായ എല്ലാ വ്യാപാരികളെയും വ്യവസായികളെയും, എല്ലാ വഴിയോര കച്ചവടക്കാർ, എല്ലാ കമ്പനികളും ഫാക്ടറിയിൽ ജോലി ചെയ്യുന്നവർ, എല്ലാ മേഖലയിലേക്ക് ജനത്തിനായി പ്രാർത്ഥിക്കുന്ന കർത്താവ് അതിർത്തികൾ കാക്കുന്ന കരസേന, വ്യോമസേന, നാവികസേന, BSG, നിയമനിർമ്മാണ രംഗത്ത്, ക്രമസമാധാന പാലന രംഗത്ത്, ഞങ്ങളുടെ രഹസ്യാന്വേഷണ വിഭാഗങ്ങളെ, പോലീസിന്റെ വിവിധ സെക്ഷൻ, ജുഡീഷ്യറി ഭാഗങ്ങളിലായിരിക്കുന്നവർക്കായി, വിദേശ രാജ്യങ്ങളിൽ ജോലിക്ക് ജോലി നഷ്ടപ്പെട്ടവർ, ജോലിയില്ലാതെ അലയുന്നവർ, വിസ നഷ്ടപ്പെട്ട, വിസ പുതുക്കി കിട്ടാൻ ഭാരപ്പെടുന്നവർ, ദേശരാജ്യ ജോലിക്കായി കഠിനമായ പാപം പീഡനത്തിലൂടെ കടന്നു പോകുന്ന സൗര്യ സൗരന്മാർ, അല്ലെങ്കിൽ രോഗികളായി ജയിലിൽ കിടക്കുന്നവർക്ക് എല്ലാവരും ഇവിടുതലും ആശ്വാസ സമാധാനം കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. തലമുറ നശിച്ചുകൊണ്ടിരിക്കും, നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ മദ്യത്തിനും മയക്കുവിനും ലഹരി പദാർത്ഥങ്ങളും ചൂതാട്ടങ്ങളും വിധേയപ്പെട്ട സാത്താന്റെ ആയുധങ്ങളായ തലമുറയുടെ യുവനക്കാരികൾ, മാതാപിതാക്കൾ വീണുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ജനത്തിനും മടങ്ങിയവരും മാനസാന്തരം കൊടുക്കണമേ. പാപബോധം ജനത്തിന് ഉള്ളിൽ ഉണ്ടാകുവാൻ യേശുവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. സകലത്തിനുമേലെ ദൈവനീതി വെളിപ്പെടുന്ന ലോകമാണ് ദൈവമക്കൾ ദൈവസഭയെ ഓർക്കുന്നു. അവർ ശക്തീകരിക്കണം. കർത്താവിന് വേണ്ടി തന്നെ വിളിച്ച വിളക്ക് പോലെ പ്രകാശിക്കുവാൻ സകല ജനത്തെ ഒരുക്കണം. യേശു ക്രിസ്തുവിന്റെ വിടിയേറിയ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.